Hello everyone, good evening. Yes, I can see one good evening from Harishankar. Hope all of you are good. Great. നിങ്ങൾ എല്ലാവരുടെയും എക്സാംസ് ഒക്കെ കഴിഞ്ഞു? നിങ്ങളുടെ ക്രിസ്മസ് വെക്കേഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്തോ? Can anyone speak? Exams January ആണ്. Okay, fine. Okay, I heard that many of you are having your lab exams. അതുകൊണ്ട് ഞാൻ ചോദിച്ചതാണ്. Yeah, your SEM exams are in January. കുറച്ച് പേർക്ക് ലാബ് എക്സാംസ് ഉണ്ടെന്ന് കേട്ടായിരുന്നു. Anyway, so once again, good evening all of you. So thank you for joining. Let me introduce myself. Most of you might be knowing me. I am Sushil, and I'm the founder and CEO of Snixus, an IT and engineering services company in Trivandrum, Technopark. And we also have our branches in Bangalore and London, UK. So I love interacting with students. I have been an academician for the past 24 years. I passed out from College of Engineering, Trivandrum in the year 2000. I was a mechanical engineer. And then gradually I went on to become the founder of an IT company. Okay. So very happy to be here addressing all of you. And I thought of sharing my experience with all of you because ഒരു ജോലി കിട്ടുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ എല്ലാവരുടെയും ലൈഫിൽ, അല്ലേ? Because if you want to survive, you need money. And if you need money, you need to have a very steady income, right? അതിനൊരു നല്ല ജോലി വേണം. So once you pass out from the college, ഒരു ഫ്രഷർ എന്നുള്ള നിലയിൽ നമ്മൾ ആദ്യം ആഗ്രഹിക്കുന്ന കാര്യം ദൈവമേ നല്ലൊരു ജോലി കിട്ടണം എന്നുള്ളതാണ്, right? So how many of you want a good job in life? എത്ര പേർക്ക് നല്ല ജോബ് വേണം? Okay. Yeah, I see lots of hands being raised. See, വളരെ ന്യായമായ കാര്യമാണ്. എല്ലാവർക്കും നല്ലൊരു ജോലി അത്യാവശ്യമാണ്. അതൊരു നീഡാണ്, അല്ലെ? എവറി ഹ്യൂമൻ ബീങ് നീഡ്സ് എ ഗുഡ് ജോബ്. ബട്ട് നല്ലൊരു ജോബ് കിട്ടണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? See, I want this to be a very interactive session, okay? It's not that I am giving a lecture and you are just listening. I want you to respond, okay? നിങ്ങൾക്ക് മൈക്ക് ഓൺ ചെയ്തിട്ട് സംസാരിക്കാൻ പറ്റുമെങ്കിൽ വളരെ നല്ലത്. ഇതിൽ ബിടെക് പഠിക്കുന്ന എത്ര പേരുണ്ട്? അല്ലെങ്കിൽ പഠിച്ചു കഴിഞ്ഞ എത്ര പേരുണ്ട്? Okay. Fine. So there are quite few people, right? Somebody is doing PG. Great. അതുപോലെ തന്നെ BCA, BSc കമ്പ്യൂട്ടർ സയൻസ് ഒക്കെ പഠിക്കുന്ന ആൾക്കാരുണ്ടോ? BCA, okay. Okay, I just wanted to understand how many people are from different courses. Just ഒന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതേ ഉള്ളൂ. Okay. Doesn't matter whichever course you are doing. നിങ്ങൾ BTech ആണോ പഠിക്കുന്നത്, അതോ BCA ആണോ, BSc കമ്പ്യൂട്ടർ സയൻസ് ആണോ, MCA ആണോ, whatever, it doesn't matter. See, everybody can get a good job provided you have the skills, right? നിങ്ങൾ ഏത് ജോബാണോ നോക്കുന്നത്, ഏത് ഇൻഡസ്ട്രിയിലാണോ നിങ്ങൾ ജോബ് നോക്കുന്നത്, ആ ഇൻഡസ്ട്രി ആവശ്യപ്പെടുന്ന അല്ലെങ്കിൽ ആ ഒരു കൈൻഡ് ഓഫ് ജോബ് ആവശ്യപ്പെടുന്ന സ്കിൽസ് നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജോബ് കിട്ടും. ഓക്കെ. കോളേജിൽ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ഒരുപക്ഷെ ഒരു ഇൻട്രോവേർട്ട് ആയിരിക്കാം, ഒരുപാട് സംസാരിക്കാത്ത ഒരു വ്യക്തി ആയിരിക്കാം. പക്ഷേ വൺസ് യു ഗെറ്റ് ഔട്ട് ഇൻ ടു ദ റിയൽ വേൾഡ് ഇൻ സെർച്ച് ഓഫ് എ ജോബ്, ഒരുപാട് എക്സ്പീരിയൻസ് ഒക്കെ ആകുമ്പോഴത്തേക്ക് നിങ്ങൾ തനിയെ നിങ്ങളുടെ ആ ഒരു മെച്യൂരിറ്റി നിങ്ങൾ അറ്റൈൻ ചെയ്യും. ആൻഡ് യു വിൽ റിയലൈസ് ദാറ്റ് ഒരു ചെറിയൊരു ട്രാൻസിഷൻ നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവും. ഓക്കെ. ആ ഒരു സ്റ്റുഡന്റ് ലൈഫിൽ നിന്ന് ഒരു പ്രൊഫഷണൽ ലൈഫിലോട്ട് നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ ഒരു ട്രാൻസിഷൻ ഉണ്ടാവും. ഓക്കെ. ദാറ്റ് ലൈഫ് ടീച്ചേഴ്സ് യു എ ലെസൺ. യു വിൽ ലേൺ ഗ്രാജുവലി. ഇപ്പൊ നമ്മൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഇന്റർവ്യൂ പ്രിപ്പറേഷനെ പറ്റിയൊക്കെ ഒരുപാട് ആലോചിക്കാറുണ്ടോ? വളരെ കുറച്ച് കുട്ടികളെ ആലോചിക്കാറുള്ളൂ. കോളേജിൽ പോകുമ്പോഴത്തേക്ക് മാക്സിമം അടിച്ചു പൊളിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം, അല്ലെ? ദാറ്റ് ഇസ് ക്വൈറ്റ് നാച്ചുറൽ. നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ ഒരു കുട്ടിയുണ്ട് അല്ലെങ്കിൽ ഒരു സ്റ്റുഡന്റ് ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ മാക്സിമം ലൈഫ് എൻജോയ് ചെയ്യാൻ എപ്പോഴും നോക്കുന്നത്. വെരി ട്രൂ. വി നീഡ് ടു എൻജോയ് ലൈഫ് അറ്റ് എവറി പോയിന്റ് ഓഫ് ലൈഫ്. പക്ഷേ അറ്റ് ദ സെയിം ടൈം
നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ആ ഒരു പ്രിപ്പറേഷൻ ചെയ്യുകയും വേണം, അല്ലെ? സോ ഇന്റർവ്യൂ പ്രിപ്പറേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് ഈ ഒരു ലാസ്റ്റ് 24 വർഷം കൊണ്ട് ഞാൻ ഒരുപാട് ഇന്റർവ്യൂസ് ചെയ്തിട്ടുണ്ട്. റൈറ്റ് നൗ ഐ ആം ദ CEO ഓഫ് എൻ IT കമ്പനി. പക്ഷേ ഈ 24 ഇയേഴ്സിൽ ഞാൻ പല പല ഇൻഡസ്ട്രീസിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ആൻഡ് അതിൽ കൺസ്ട്രക്ഷൻ കമ്പനീസ് ഉണ്ട്, മാർക്കറ്റിംഗ് റിലേറ്റഡ് ഫേംസ് ഉണ്ട്, ISO സർട്ടിഫിക്കേഷൻ റിലേറ്റഡ് ഫേംസ് ഉണ്ട്, ആൻഡ് ഡിഫറെന്റ് അതർ മെക്കാനിക്കൽ I was the operations manager of a iron and steel trading company. അവിടുത്തെ കോട്ടയത്തെ 8 ബ്രാഞ്ചസിന്റെ ഓപ്പറേഷൻസ് മാനേജറായിരുന്നു. അങ്ങനെ പല പല ഇൻഡസ്ട്രീസിലായിട്ട് എനിക്ക് തോന്നുന്നു ഒരു 10,000-ൽ കൂടുതൽ ഇന്റർവ്യൂസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്റർവ്യൂവിനെ പറ്റി വളരെ ആധികാരികമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ എനിക്ക് തീർച്ചയായിട്ടും പറ്റും. അപ്പൊ ആ ഒരു കോൺഫിഡൻസ് ഉള്ളതുകൊണ്ടാണ് ഈ ഒരു സെഷൻ ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നത്. റൈറ്റ്? സോ ഐ ഹാവ് പ്രിപ്പയർഡ് സം സ്ലൈഡ്സ് ഫോർ യു ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ദ കറന്റ് സിറ്റുവേഷൻ ഓഫ് ദി ജോബ്സ് ഇൻ ഇന്ത്യ ഓർ കേരള ആൻഡ് വാട്ട് ആർ ദ ഡിമാൻഡ്സ് from the companies, what are the expectations from the freshers by the companies, which you need to understand. കാരണം എന്താണ് കമ്പനീസ് ഫ്രഷേഴ്സിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അത് മനസ്സിലാക്കിയാൽ നമുക്ക് അതനുസരിച്ച് നമ്മുടെ ഇന്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. റൈറ്റ്? സോ ലെറ്റ് സി, ലെറ്റ് മീ ഗോ ത്രൂ ദ സ്ലൈഡ്സ്. ഐ ഹോപ്പ് ഐ ഹാവ് ഹിയർ. ഓക്കെ, ലെറ്റ് മീ ഷെയർ ദ സ്ക്രീൻ. Right. So here is the slide. കാണാൻ പറ്റുന്നുണ്ടോ? Amit, are you there? Amit? Can you see my screen? Okay. So basically we start with what is an interview. അല്ലെ? അപ്പം എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്, പല കുട്ടികളും ഇന്റർവ്യൂവിന്റെ ഒരു ആക്ച്വൽ മീനിങ് മനസ്സിലാക്കാതെയാണ് ഇന്റർവ്യൂവിന് പോയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇന്റർവ്യൂ എന്ന് പറയുമ്പോഴത്തേക്ക് ഇറ്റ്സ് നോട്ട് ദാറ്റ് സംബഡി ഈസ് ഗിവിംഗ് യു ഒരു ദാനം തരുന്ന ഒരു കാര്യമല്ല. വി ഹാവ് ടു ബി അറ്റ് ഈക്വൽ ടേംസ്. റൈറ്റ്? നമ്മൾ ഒരു പരസ്പരം വ്യൂ ചെയ്യുകയാണ്. ഇന്റർവ്യൂ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ എന്താണ്? വി ആർ ഇന്റർവ്യൂയിങ് ഈച്ച് അതർ. രണ്ട് വ്യക്തികൾ അല്ലെങ്കിൽ രണ്ട് പാർട്ടീസ് ആ ടേബിളിന്റെ അപ്പുറവും ഇപ്പുറവും ഇരിപ്പുണ്ട്. ഒരാള് എംപ്ലോയർ ആണ്, മറ്റേ ആള് സംബഡി ഹു ഈസ് സീക്കിംഗ് എ ജോബ്, അല്ലെ? ഒരു എംപ്ലോയി ആവാൻ വേണ്ടി വന്നിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ പരസ്പരം വ്യൂ ചെയ്യുകയാണ്. ഇറ്റ്സ് നോട്ട് ദാറ്റ് ഓൺലി ദ ഇന്റർവ്യൂവർ അല്ലെങ്കിൽ ദ എംപ്ലോയർ ഈസ് ഇന്റർവ്യൂയിങ് യു. നോ, യു ആർ ഇന്റർവ്യൂയിങ് ഈച്ച് അതർ, അല്ലെ? നമ്മൾ 1 ഡേ ഇന്റർനാഷണൽ എന്നൊക്കെ പറയാറില്ലേ ക്രിക്കറ്റില്? അപ്പം രണ്ട് ടീമുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുകയാണ്. ഒരു ടീം മാത്രമല്ലോ കളിക്കുന്നത്, അല്ലെ? അപ്പൊ എന്ന് പറഞ്ഞ പോലെ ആ ഇരിക്കുന്ന വ്യക്തി എംപ്ലോയർ മാത്രമല്ല, എംപ്ലോയി ആകാൻ പോകുന്ന ആള്, ആ ജോബ് സീക്കറിനും അതേ ഇമ്പോർട്ടൻസ് ഉണ്ട്, അല്ലെ? അപ്പൊ നിങ്ങൾക്ക് ഒരു കഴിവുണ്ടോ എന്നുള്ളതാണ് എംപ്ലോയർ ചെക്ക് ചെയ്യുന്നത്. അറ്റ് ദ സെയിം ടൈം നിങ്ങളും ചെക്ക് ചെയ്യണം, ഞാൻ പോയിരിക്കുന്ന ആ കമ്പനി അതെനിക്ക് പറ്റിയതാണോ, ആ കമ്പനി നല്ലതാണോ, റിസർച്ച് ചെയ്യണം, ആ ജോബ് എനിക്ക് പറ്റിയതാണോ, ഇവിടെ ഒരു ഗ്രോത്ത് ഉണ്ടാകുമോ, എനിക്ക് നല്ല സാലറി കിട്ടുമോ, അല്ലെ? അപ്പം ബോത്ത് പാർട്ടീസ് ഹാവ് ടു ഡു റിസർച്ച്. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് തിങ് യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ്. ദാറ്റ് മീൻസ് യു ആർ an important person. മനസ്സിലായില്ലേ? ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്, റൈറ്റ്? അപ്പൊ ഈ ഒരു തിരിച്ചറിവാണ് ഏറ്റവും ആദ്യം വേണ്ടത്. നമ്മൾ ഇന്റർവ്യൂവിന് പോകുമ്പോഴത്തേക്ക് നമ്മളും ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. വി നീഡ് ടു ഹാവ് ദി സെൽഫ് റെസ്പെക്ട്. ഓക്കെ, ദാറ്റ് ഈസ് റിയലി ഇമ്പോർട്ടന്റ്. അപ്പൊ ഈ ഒരു ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ളത്, പല ആൾക്കാർക്കും, ഈവൻ ദി എക്സ്പീരിയൻസ്ഡ് പീപ്പിൾ, ദേ ഡോണ്ട് റിയലൈസ് ദിസ് ഫാക്ട്. അപ്പം നമ്മൾ ഇമ്പോർട്ടന്റ് ആണ്, നമുക്ക് സെൽഫ് റെസ്പെക്ട് ഉണ്ട്, നമുക്ക് കഴിവുണ്ട്, പല ഗുണങ്ങളും ഉണ്ട് എന്നുള്ളത് നമ്മൾ സ്വയം റിയലൈസ് ചെയ്താൽ മാത്രമേ നമുക്കൊരു മാർക്ക് ഇടത്തുള്ളൂ, അല്ലെ? നമ്മൾ സ്വയം റേറ്റ് ചെയ്യത്തുള്ളൂ. ആ റേറ്റിംഗിൽ നമ്മൾ ഹൈ ആണെങ്കിൽ മാത്രമേ നമുക്ക് ആ ഫുൾ കോൺഫിഡൻസോട് കൂടി ഇന്റർവ്യൂ നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഫസ്റ്റ് യു ഹാവ് ടു എലിവേറ്റ് യുവർ ലെവൽ. ഐ എം ക്ലിയർ, റൈറ്റ്? ഇത് നിങ്ങൾ ഏറ്റവും ആദ്യം മനസ്സിലാക്കാം. So somebody, can you please read it? Amit, if you can read it, it will be really fine. Can you just read it? What is an interview? Yeah. എക്സാക്ട്ലി. സോ ഇന്റർവ്യൂ എന്ന് പറയുന്നത് നമ്മൾ ടെൻഷൻ അടിച്ചിരിക്കേണ്ട ഒരു സാധനമല്ല, പകരം നമ്മുടെ ലൈഫിലെ ഒരു വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്, റൈറ്റ്? അപ്പം ഫസ്റ്റ് ഇന്റർവ്യൂവിൽ തന്നെ നമ്മൾ ആ ഇന്റർവ്യൂ ക്രാക്ക് ചെയ്ത ജോബ് കിട്ടണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. പകരം അതൊരു ലേണിംഗ് പ്രോസസ് ആയിട്ട് എടുക്കുക, അല്ലെ? ഇപ്പൊ ഒരാള് ക്രിക്കറ്റ് കളിക്കാൻ ഒരു ഇന്ത്യൻ ടീമിൽ കയറുകയാണ്,
അയാൾ ഫസ്റ്റ് മാച്ചിൽ തന്നെ സെഞ്ചുറി അടിക്കുമോ? ഇല്ല. ഒരു നിർബന്ധവും ഇല്ല. 50 അടിക്കണോ നിർബന്ധമുണ്ടോ? ഇല്ല. ചിലപ്പോൾ 0 ഔട്ടാകുമായിരിക്കും അല്ലെ. പക്ഷേ he has to, അല്ലെങ്കിൽ he or she should have the confidence in himself or herself. ഒരു ചാൻസ് കിട്ടി. എന്താണ്? ആ ഒരു മൈതാനത്ത് ഇറങ്ങി ഇത്രയും ഒരു ടീമിന്റെ കൂടെ കാര്യങ്ങൾ മനസ്സിലാക്കി കളിക്കാനുള്ള ഒരു അവസരം കിട്ടി അല്ലെ. അപ്പം ആ ഒരു കളിയിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കും. നമ്മുടെ തെറ്റുകൾ എന്താണ് പറ്റിയത്, അത് തിരുത്താനുള്ള അവസരങ്ങൾ കിട്ടും. അങ്ങനെ സെൽഫ് അസസ് ചെയ്ത് കൂടുതൽ ഇംപ്രൂവ് ചെയ്ത് അടുത്ത കളിയിൽ അല്ലെങ്കിൽ അടുത്ത ഇന്റർവ്യൂവിൽ ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യാനുള്ള ഒരു ചാൻസ് ആയിട്ട് അതിനെ എടുക്കണം. Right? And that is how you improve, and that is how you better your performance, and that is how you become a true professional. Right? എല്ലാവർക്കും ഒരു പ്രൊഫഷണൽ ആവണ്ടേ. പ്രൊഫഷണൽ ആയാൽ മാത്രമേ നമുക്ക് നമ്മുടെ കരിയറിൽ ഗ്രോത്ത് ഉണ്ടാവൂ. Okay? So this is the first thing that you need to understand. What is an interview? It is an opportunity to exhibit our skills. നമുക്കുള്ള കഴിവുകൾ മറ്റൊരു വ്യക്തിയുടെ അല്ലെങ്കിൽ സ്ഥാപനത്തിന്റെ മുന്നിൽ നമുക്ക് എക്സിബിറ്റ് ചെയ്യാനും അതുവഴി നമ്മൾ സ്വയം അനലൈസ് ചെയ്ത് സെൽഫ് അസസ്മെന്റ് ചെയ്ത് നമ്മുടെ കുറവുകൾ മനസ്സിലാക്കി നെക്സ്റ്റ് ടൈം അത് ഇംപ്രൂവ് ചെയ്ത് നല്ല ഒരു പ്രൊഫഷണൽ ആവാനുള്ള ഒരു അവസരമായിട്ട് നമ്മൾ ഇന്റർവ്യൂവിനെ കാണണം. ഇന്റർവ്യൂ ഒരിക്കലും ടെൻഷൻ അടിക്കാനുള്ള ഒരു സാധനമല്ല. ഐ ഹവ് സീൻ സോ മെനി സ്റ്റുഡൻസ് മുമ്പിൽ വന്നിരുന്ന് വേർത്ത് കുളിച്ച് പേടിച്ചിരിക്കുന്ന ഒരുപാട് കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്. ദാറ്റ് ഈസ് നോട്ട് ദ പോസ്റ്റർ ദാറ്റ് യു നീഡ് ടു മെയിൻറ്റെയിൻ. ഇന്റർവ്യൂ എന്താണെന്നുള്ളത് ഞാൻ നെക്സ്റ്റ് സ്റ്റെപ്പിൽ പറയാം. ഓക്കെ, ബട്ട് ബിഫോർ ദാറ്റ് ഞാൻ ഒരു കാര്യം പറയാം, ആരും തെറ്റിദ്ധരിക്കരുത്. ഇത്രയും വർഷത്തെ ആ ഒരു CEO ലൈഫിൽ അല്ലെങ്കിൽ ഒരുപാട് CEOസുമായിട്ടും ഒരുപാട് CTOസുമായിട്ടും ഒരുപാട് HR-മാരുമായിട്ടും ഇന്ററാക്ട് ചെയ്തതിന്റെ ഫലമായിട്ട് ഞാൻ കുറച്ച് ഡേറ്റ കളക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതെല്ലാം അവരുടെ ഫീഡ്ബാക്ക് ആണ്. പക്ഷെ ഇതിൽ മിക്കതും ഫ്രഷേഴ്സിന്റെ കുറ്റങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ആരും പേഴ്സണലായിട്ട് എടുക്കരുത്. പക്ഷെ ഇത് സത്യമാണ്. ഓക്കെ, ചില കാര്യങ്ങൾ നമ്മൾ ഇംപ്രൂവ് ചെയ്യേണ്ടതുണ്ട്. അത് ഫ്രഷേഴ്സിന്റെ കുഴപ്പമല്ല, നമ്മൾ അങ്ങനെയാണ് ശീലിച്ചു വന്നിരിക്കുന്നത്. പക്ഷെ നല്ലൊരു ജോബ് കിട്ടണമെങ്കിൽ ആ ശീലങ്ങൾ മാറ്റണം. സോ ഐ വിൽ ജസ്റ്റ് ഷോ യു. യു ക്യാൻ സീ ദിസ്, റൈറ്റ്? ഓക്കെ, അമിത്തിന് തന്നെ വീണ്ടും ബുദ്ധിമുട്ടിക്കുകയാണ്. അമിത്, ക്യാൻ യു ജസ്റ്റ് റീഡ് ദി ഹെഡിങ്? Okay, thank you. So, ഇത് basically HR മാത്രമല്ല, even the technical team has also contributed to this feedback. Okay, നിങ്ങൾക്കറിയാവുന്ന ടെക്നോ പാർക്കിലെയും പുറത്തുമുള്ള ഒരുപാട് ടോപ്പ് കമ്പനീസിലാണ് നമ്മൾ ഈ സർവേ എടുത്തിരിക്കുന്നത്, ഇൻക്ലൂഡിംഗ് മൈ കമ്പനി, റൈറ്റ്? I also have a company, so we have hired some freshers, of course, and based on all their response, all their performance, we have understood these things. Okay, പക്ഷേ ഇത് നിങ്ങൾ മനസ്സിലാക്കുക, ചെറുതായിട്ട് ചേഞ്ചസ് വരുത്തുക. ഓക്കെ, സോ ദ ഫസ്റ്റ് തിങ് ഈസ് നോ കമ്പനി നീഡ്സ് ഫ്രഷേഴ്സ് ബട്ട് സ്കിൽഡ് റിസോഴ്സസ് ഓൺലി. ഞാൻ ചോദിക്കട്ടെ, ഒരു കമ്പനി ഉണ്ട്, ഇപ്പൊ IT കമ്പനി ആവാം, അല്ലെങ്കിൽ നിങ്ങൾ സിവിൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന ആളാവാം, അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആവാം, അല്ലെങ്കിൽ എനി ബ്രാഞ്ച് ഓഫ് എഞ്ചിനീയറിംഗ് ഓർ BCA ഓർ MCA ഓർ വാട്ട് എവർ കോഴ്സ് യു ആർ ഡൂയിങ്. ഓക്കെ, നിങ്ങൾക്ക് ഒരു ജോലി കിട്ടണം. അപ്പൊ ആ കമ്പനിയിൽ ഒരു ജോലി കിട്ടണമെങ്കിൽ അവിടെ ഒരു വേക്കൻസി വരണം, റൈറ്റ്? ഒരു പ്രോജക്റ്റ് ഉണ്ടാവണം, ആ പ്രോജക്റ്റിൽ വർക്ക് ചെയ്യാനായിട്ട് ഒരുപാട് വേക്കൻസീസ് വരണം. അങ്ങനെ ഒരു വേക്കൻസി വരുമ്പോഴത്തേക്ക് ഒരു കമ്പനിയുടെ മാനേജ്മെന്റ് അല്ലെങ്കിൽ മാനേജർ ആദ്യം ആഗ്രഹിക്കുന്നത് എന്തായിരിക്കും? ഒരു ഫ്രഷറിനെ എടുക്കണമെന്നാണോ തീരുമാനിക്കുന്നത്, അതോ കാര്യങ്ങൾ അറിയാവുന്ന ഒരു എക്സ്പീരിയൻസ് ആൾക്കാരെ എടുക്കണമെന്നാണോ തീരുമാനിക്കുന്നത്? എന്ത് തോന്നുന്നു? ആരെങ്കിലും ഒന്ന് പറയാമോ? നിങ്ങളാണ് എന്റെ മാനേജർ, നിങ്ങളാണ് മാനേജ്മെന്റ് എന്ന് വിചാരിക്കുക. നിങ്ങൾ ആരെയായിരിക്കും പ്രിഫർ ചെയ്യുന്നത്? കറക്റ്റ്. സോ എന്തുകൊണ്ടാണ് അങ്ങനെ തീരുമാനിക്കുന്നത്? കാരണം ഏതൊരു ബിസിനസ് ആയാലും എന്താണ് ആദ്യം വേണ്ടത്? പ്രോഫിറ്റ് വേണം, റൈറ്റ്? പ്രോഫിറ്റ് വേണമെങ്കിൽ നമുക്ക് സ്ഥിരമായിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് ക്ലയൻസ് ഉണ്ടാവണം, റൈറ്റ്? അങ്ങനെ വളരെ സാറ്റിസ്ഫാക്ടറി ആയിട്ട് നമുക്ക് ക്ലയൻസ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങൾ സമയാസമയത്ത് നമുക്ക് ഡെലിവർ ചെയ്യാൻ പറ്റണം, അല്ലെ? അങ്ങനെ ഡെലിവർ ചെയ്യാൻ പറ്റണമെങ്കിൽ ഫ്രഷറിനെ കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ല. വി നീഡ് എക്സ്പീരിയൻസ് പീപ്പിൾ, റൈറ്റ്? അതുകൊണ്ട് എല്ലാ കമ്പനീസും പറഞ്ഞിരിക്കുന്നത് നമുക്ക് ഫ്രഷേഴ്സിനെ അല്ല വേണ്ടത്, പകരം ആരെയാണ് വേണ്ടത്? നല്ല സ്കില്ലുള്ള റിസോഴ്സസിനെയാണ്. ഓക്കെ, പകരം കമ്പനീസ് ഫ്രഷേഴ്സിനെ എടുക്കും. എങ്ങനെ? അവർക്ക് നല്ല സ്കിൽ ഉണ്ടെങ്കിൽ, അല്ലെ? ഇഫ് ദ ഫ്രഷേഴ്സ് ഹാവ് ഗുഡ് സ്കിൽസ്, ഡെഫിനറ്റ്ലി കമ്പനീസ് ഇൻക്ലൂഡിംഗ് മൈൻ, വി ആർ റെഡി ടു ടേക്ക് ഇറ്റ്, റൈറ്റ്? സെക്കൻഡ് തിങ് ഇസ് മോസ്റ്റ് ഓഫ് ദ ഫ്രഷേഴ്സ് ഡോണ്ട് ഹാവ് എൻ ഇംപ്രസീവ് റെസ്യൂം. ഞാൻ പല കോളേജിലും പോകുമ്പോഴത്തേക്ക്, നമ്മൾ ഇത് ഇന്റർവ്യൂ ചെയ്യുമ്പോഴത്തേക്കും, അതുപോലെ തന്നെ എല്ലാ സെമിനാറിനൊക്കെ പോകുമ്പോഴത്തേക്ക് റെസ്യൂം ബിൽഡിങ്ങിനെ പറ്റി പറയാറുണ്ട്. മിക്ക കോളേജിലും കാണുന്നത് ആ കോളേജിലെ എൻറ്റയർ ആ ക്ലാസ്സിലെ എല്ലാ കുട്ടികളുടെയും റെസ്യൂം ഏതാണ്ട് ഒരേ പാറ്റേൺ ആയിരിക്കും, അല്ലെ?
ഇതാണ് മിക്കയിടത്തും കാണുന്നത്. സോ ദാറ്റ്സ് ദ ഫസ്റ്റ് തിങ് ദാറ്റ് യു നീഡ് ടു ചേഞ്ച്. ബി യുണീക്ക്. ഓരോ വ്യക്തിയും യുണീക്ക് ആണ്. അതുകൊണ്ട് നിങ്ങളുടെ ഇന്റർവ്യൂ പ്രിപ്പറേഷന്റെ ഫസ്റ്റ് തിങ് നിങ്ങൾ ചെയ്യേണ്ടത് സ്വന്തമായിട്ട് നിങ്ങളുടെ ഓൺ വേർഡ്സിൽ, ഓക്കെ, ഇപ്പൊ ഗ്രാമർ എന്നൊരു വിഷയമല്ലല്ലോ, നമുക്ക് ChatGPT ഉണ്ട്, അല്ലെങ്കിൽ മറ്റ് പല സഹായങ്ങളുണ്ട്, ഒരുപാട് സോഫ്റ്റ്വെയർസ് ഉണ്ട്. അപ്പൊ നമ്മുടെ ഒരു എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഐഡിയ, അതൊരു ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് കറക്റ്റ് ഇംഗ്ലീഷിൽ നല്ല ഗ്രാമറിൽ നമുക്ക് നല്ല ഔട്ട്പുട്ട് കിട്ടുന്ന ഒരുപാട് സോഫ്റ്റ്വെയർസ് ഉണ്ട് അല്ലെ. അപ്പൊ അത് വെച്ചിട്ട് നമ്മൾ നല്ലൊരു ഇംപ്രസീവ് റെസ്യൂം നമ്മൾ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യുക. അപ്പോഴാണ് നമുക്ക് സ്വന്തമായിട്ടൊരു ഐഡന്റിറ്റി ഉണ്ടാവുന്നത്. പല കോളേജും പോകുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരേ റെസ്യൂം കാണുമ്പോഴത്തേക്ക് നമുക്ക് വല്ലാത്ത ഒരു എന്താ പറയുക, ഒരു വിരസതയാണ് തോന്നുന്നത്. ഇവർ നമ്മൾ എങ്ങനെ എടുക്കും അല്ലെ? അപ്പോൾ ഒരു യുണീക്നെസ് കാണുന്നില്ല, ഒരു യുണീക് സെല്ലിംഗ് പ്രൊപ്പോസിഷൻ കാണുന്നില്ല. ദാറ്റ് ഈസ് വെയർ യു നീഡ് ടു സ്റ്റാൻഡ് ഔട്ട്. ഒരു വ്യക്തിക്ക് സ്വന്തമായിട്ട് ഒരു റെസ്യൂം ഉണ്ട്, അത് മറ്റുള്ള റെസ്യൂംസിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തമായിട്ട് തോന്നുന്നെങ്കിൽ അപ്പൊ തന്നെ ഒരു ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് ദാറ്റ് പേഴ്സൺ ഹാസ് എ ഗ്രേറ്റർ ചാൻസ് ഓഫ് ബീങ് സെലക്ടഡ്. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, നെക്സ്റ്റ് തിങ് ഈസ് മോസ്റ്റ് ഓഫ് ദ HRs അല്ലെങ്കിൽ മോസ്റ്റ് ഓഫ് ദി ടെക്നിക്കൽ പീപ്പിൾ പറയുന്നത്, ഇപ്പം ഒരു IT കമ്പനിയുടെ CEO ആയതുകൊണ്ട് ഞാൻ കൂടുതൽ അതിനെ ബേസ് ചെയ്ത് പറയുകയാണ്. പല കുട്ടികൾക്കും അവരുടെ, എസ്പെഷ്യലി ഇവിടെ മലയാളികൾ, ഓക്കെ, പുറത്തുള്ള ആൾക്കാർക്ക് ആ പ്രശ്നമില്ല. ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾ ബാംഗ്ലൂരിൽ നിന്നോ അല്ലെങ്കിൽ ചെന്നൈയിൽ നിന്നോ മുംബൈയിൽ നിന്നോ നമ്മൾ കുട്ടികളെ ഹയർ ചെയ്യുകയാണെങ്കിൽ അവരുടെ ആ ഒരു ഇംഗ്ലീഷ് സ്പീക്കിംഗ് സ്കിൽസ് വളരെ ബെറ്റർ ആണ് കമ്പയർഡ് ടു ദി മലയാളി സ്റ്റുഡൻസ്. അത് നമ്മൾ ശീലിക്കാത്തത് കൊണ്ടാണ്, നമുക്ക് അറിയാത്തത് കൊണ്ടല്ല. നമ്മൾ 10ാം ക്ലാസ് വരെ ഇംഗ്ലീഷിലാണ് പഠിക്കുന്നത്, മിക്ക കുട്ടികളും +2 ഇംഗ്ലീഷിലാണ് പഠിക്കുന്നത്. പക്ഷെ എന്നാലും സംസാരിക്കുന്ന ഒരു കാര്യം വരുമ്പോഴത്തേക്ക് വളരെ ബുദ്ധിമുട്ടാണ്. റൈറ്റ്? വൈ? ബിക്കോസ് വി ആർ നോട്ട് യൂസ് ടു ഇറ്റ്. ചില കുട്ടികൾ, വളരെ റെയറായിട്ട് മാത്രം നല്ല കുട്ടികൾ ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കും. മിക്കവരും ഇംഗ്ലീഷിൽ സ്ട്രഗിൾ ചെയ്യുന്നതാണ് കാണുന്നത്. ഓക്കെ, മലയാളത്തിൽ അവർ സംസാരിക്കും, പക്ഷെ ഇംഗ്ലീഷ് വരുമ്പോഴത്തേക്ക് ദേ ആർ ഹാവിംഗ് വെരി പുവർ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. ഇതാണ് പല HRമാരും പല CTOസും കംപ്ലൈന്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അവിടെ ഒരു ചേഞ്ച് വരുത്തണം. ഇത് എങ്ങനെയാന്നുള്ള ഞാൻ പിന്നെ പറഞ്ഞുതരാം. നൗ, whether you are in the IT industry or the electronics industry or civil industry or mechanical, whatever, എവിടെയാണ് ജോബ് നോക്കുന്നതെങ്കിലും ആ ഒരു ഇൻഡസ്ട്രിയെ പറ്റി പല കുട്ടികളും അധികം അവെയർ അല്ല, അല്ലെങ്കിൽ കൂടുതൽ ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നില്ല, അവര് updated അല്ല. That is a major drawback that most of the technical people have told me. Okay, then ഇത് വളരെ പ്രശ്നമുള്ള ഒരു ഗുരുതരമായ ഒരു സാഹചര്യമാണ്. അതായത് നമ്മളിപ്പം എഞ്ചിനീയറിംഗ് ആണ് പഠിക്കുന്നത്, അല്ലെങ്കിൽ BC ആണ് പഠിക്കുന്നത്, എനി കോഴ്സ്. ഓക്കെ, അപ്പൊ ഒരു 3 വർഷം അല്ലെങ്കിൽ 4 വർഷം നമ്മൾ പഠിക്കും. പക്ഷെ പഠിക്കുന്ന സമയത്ത് ആ ഒരു ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യങ്ങൾ കൂടാതെ നമുക്ക് പഠിക്കാൻ ഒരുപാട് അവസരങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ, നമുക്ക് യൂട്യൂബിൽ നോക്കി ഒരു ചെറിയൊരു കോഴ്സ് പഠിക്കാം അല്ലെ. ഇപ്പം കോഴ്സറ ഉണ്ട്, അല്ലെങ്കിൽ വേറെ പല ഓപ്ഷൻസ് ഉണ്ട്, യൂഡമി ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പം സിവിൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ നിങ്ങൾക്ക് വേറെ എക്സ്ട്രാ സോഫ്റ്റ്വെയർസ് പഠിക്കാം അല്ലെ, CAD എന്താണെന്നുള്ളത് പഠിക്കാം. അതുപോലെ പല പല കാര്യങ്ങൾ എക്സ്ട്രാ പഠിക്കാനുള്ള അവസരങ്ങളുണ്ട്. ഇപ്പം ഞാനൊക്കെ പഠിച്ച സമയത്ത് 2000 ഞാൻ പാസ് ഔട്ട് ആവുന്നത്. ഇപ്പം 96 to 2000 ആ സമയത്ത് മൊബൈൽ ഫോണേ ഇല്ല. റൈറ്റ്? വി ഡോണ്ട് ഹാവ് ആക്സസ് ടു ദ ഇന്റർനെറ്റ്. കമ്പ്യൂട്ടേഴ്സ് ഒക്കെ ആ സമയത്ത് ഡെവലപ്പായി വരുന്നതേ ഉള്ളൂ. അധികം ഇന്റർനെറ്റ് ഒന്നും അത്ര അവൈലബിൾ അല്ല. സോ പക്ഷെ ഇന്നെങ്ങനെയാണ്? ഇന്ന് എല്ലാം വിരൽത്തുമ്പിലുണ്ട് അല്ലെ. സോ പഠിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾ ഏത് ഇൻഡസ്ട്രിയിലാണ് നിങ്ങൾ കയറാൻ പോകുന്നത് അതിനെപ്പറ്റി കൂടുതൽ എക്സ്ട്രാ നോളജ് ഉറപ്പായിട്ടും നിങ്ങൾ കൈവരിച്ചിരിക്കണം. ദാറ്റ് ഈസ് കമ്പൽസറി, ദാറ്റ് ഈസ് മാൻഡേറ്ററി. അതർവൈസ് യു വിൽ ബി ലെഫ്റ്റ് ബിഹൈൻഡ്. ഓക്കെ, അതുപോലെ തന്നെ സോഫ്റ്റ് സ്കിൽസ്, എസ്പെഷ്യലി ഇന്റർപേഴ്സണൽ സ്കിൽസ്. ഒരു വ്യക്തിയുമായിട്ട് എങ്ങനെയാണ് സംസാരിക്കേണ്ടത്, എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, ഒരു ഗ്രൂപ്പിൽ എങ്ങനെയാണ് ബിഹേവ് ചെയ്യേണ്ടത് പല കുട്ടികൾക്കും അറിയത്തില്ല. ഓക്കെ, ദാറ്റ് ഈസ് അനദർ ഡ്രോബാക്ക്. ദെൻ വേറൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ടെക്നിക്കൽ നോളജ് കാണുമായിരിക്കും, സോഫ്റ്റ് സ്കിൽസ് ഒക്കെ കാണുമായിരിക്കും, പക്ഷേ നമുക്ക് ചുറ്റും എന്താണ് നടക്കുന്നത് അല്ലെ. ഇപ്പം നമ്മുടെ ആ ഒരു കമ്മ്യൂണിറ്റി, അല്ലെങ്കിൽ നമ്മുടെ ഒരു സ്റ്റേറ്റ്, അല്ലെങ്കിൽ ഒരു നേഷൻ, അല്ലെങ്കിൽ വേൾഡ് വൈഡ് നോക്കുകയാണെങ്കിൽ എന്തൊക്കെയാണ് കറണ്ട് അഫയേഴ്സ്, ലേറ്റസ്റ്റ് ന്യൂസ് എന്തൊക്കെയാണ്, നമുക്ക് ചുറ്റും നടക്കുന്ന എന്താണ് പലർക്കും അറിയത്തില്ല അല്ലെ. പലരും നമ്മുടെ ഒരു ഗാഡ്ജറ്റ്സിലോട്ട് നമ്മൾ ഒതുങ്ങി ജീവിക്കുകയാണ്. മിക്കവരും ഫോണിലായിരിക്കും അല്ലെ, നെറ്റിലായിരിക്കും, അല്ലെങ്കിൽ വാട്സാപ്പിലായിരിക്കും, ഇൻസ്റ്റഗ്രാമിലായിരിക്കും, ഫേസ്ബുക്കിലായിരിക്കും. പക്ഷേ നമ്മൾ ലോകകാര്യങ്ങൾ അറിയുന്നുണ്ടോ, നമ്മൾ പ്രശ്നങ്ങൾ അറിയുന്നുണ്ടോ, അതിന്റെ സൊല്യൂഷൻസ് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല അല്ലെ. സോ നിങ്ങൾ ഏത് ജോലിയിൽ കയറിയാലും ബേസിക്കലി യു ആർ ഗോയിങ് ടു അല്ലെങ്കിൽ ട്രൈങ് ടു ഫൈൻഡ് സൊല്യൂഷൻസ് ഫോർ ദ പ്രോബ്ലംസ് ഇൻ ദാറ്റ് പെർട്ടിക്കുലർ ഇൻഡസ്ട്രി, റൈറ്റ്? So if you're not aware of the problems in the industry that is happening in the world, then how will you find the solutions,
റൈറ്റ്? അപ്പൊ ഇത് നമ്മൾ സ്ഥിരമായിട്ട് നമ്മുടെ ബ്രെയിനിലോട്ട് ഫീഡ് ചെയ്തുകൊണ്ടിരിക്കണം, എന്നാലേ നമുക്കത് ട്യൂൺഡ് ആവാൻ പറ്റത്തുള്ളൂ, അങ്ങനെ ചിന്തിക്കാൻ പറ്റത്തുള്ളൂ, ക്രിട്ടിക്കൽ തിങ്കിങ് ഡെവലപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ, കോഗ്നിറ്റീവ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, സോ ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് വിച്ച് ദ സ്റ്റുഡൻസ് ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. ഇതിനെപ്പറ്റി ഞാനൊന്ന് കുറച്ച് എലാബറേറ്റ് ചെയ്യാം ഇൻ ദ നെക്സ്റ്റ് സ്ലൈഡ്. ഓക്കെ, ദെൻ ഓഫ് കോഴ്സ് കമ്മിങ് ടു ദി ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്. എനിക്ക് തോന്നുന്നത് പല കുട്ടികളും ഇന്റർവ്യൂ എന്ന് പറയുമ്പോഴത്തേക്ക് സ്ട്രേറ്റ് അവേ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിന്റെ ആദ്യത്തെ കടമ്പ എന്ന് പറയുന്നത് എന്താണ്? ഒരു ബേസിക് ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ടാവും അല്ലെ? പിന്നെ അതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിക്കണം. ഒരു ലോജിക് ആൻഡ് റീസണിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കണം. ഇതെല്ലാം ഒരു കോഗ്നിറ്റീവ് സ്കിൽസിന്റെ പാർട്ട് തന്നെയാണ്. പലരും അത് അത്ര ഇമ്പോർട്ടന്റ് ആയിട്ട് ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ കുറച്ചൊക്കെ ടെക്നിക്കൽ നോളജ് ഉണ്ടെങ്കിൽ പോലും ആ ഒരു ഫസ്റ്റ് റൗണ്ടിൽ ആപ്റ്റ്യൂഡ് ടെസ്റ്റ് തന്നെ പലരും അടിച്ചു പോകും. ദിസ് ഇസ് വാട്ട് ഐ ഹാവ് സീൻ ഇൻ ദ പാസ്റ്റ് സോ മെനി ഇയേഴ്സ്. ഓക്കെ, സോ അങ്ങനെ വരാൻ സാധ്യത ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അതുകൊണ്ട് നിങ്ങൾ വളരെ കാര്യമായിട്ട് തന്നെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റ്യൂഡ്, കുറച്ച് ബേസിക് കാര്യങ്ങൾ നെറ്റിൽ ഇഷ്ടം പോലെ കിട്ടുമല്ലോ, ഒരുപാട് പ്രോബ്ലംസ് കിട്ടും, അത് നിങ്ങൾ സോൾവ് ചെയ്യുക. അതൊരു ഡെയിലി ബേസിസിൽ ചെയ്യുക അല്ലെങ്കിൽ ഒരു വീക്ക്ലി ബേസിസിൽ ചെയ്യുക. ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇഫ് യു ക്യാൻ ഡു ദിസ്, യു ക്യാൻ ഈസിലി ക്ലിയർ എനി ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റ്യൂഡ് ഓഫ് എനി കമ്പനി. ഓക്കെ, പിന്നെ ഉള്ളത് ഒരു ഇൻഡിഫറൻറ്റ് ആറ്റിറ്റ്യൂഡ് ആണ്. അത് ദാറ്റ് ഈസ് ഫൈൻ. അതെനിക്ക് തോന്നുന്നത് എല്ലാ തലമുറയിലുള്ളത് തന്നെയാണ്. ഞാനും കോളേജിൽ പഠിക്കുന്ന സമയത്ത് ആ ഒരു അഡോളസെന്റ് ഏജിൽ ഞാനും അങ്ങനെ തന്നെയായിരുന്നു. ഓക്കെ, അപ്പൊ ദാറ്റ് ഈസ് സംതിങ് വിച്ച് ഇസ് അൺഅവോയ്ഡബിൾ. അത് അങ്ങനെ തന്നെ ആയിരിക്കും, എല്ലാ തലമുറയിലും അങ്ങനെ തന്നെ ആയിരിക്കും. ദാറ്റ് ഇസ് നോട്ട് മച്ച് വി ക്യാൻ ഡു അബൌട്ട് ഇറ്റ്. ഓക്കെ, ദെൻ they lack knowledge on the project processes. ഓക്കെ, അപ്പൊ ഏത് ബ്രാഞ്ച് ഓഫ് എഞ്ചിനീയറിംഗ് ആയാലും അല്ലെങ്കിൽ ഏത് ഇൻഡസ്ട്രി ആയി കഴിഞ്ഞാലും ആ ഒരു ജോബിനെ പറ്റി അധികം അവർക്ക് അവയർനെസ് ഇല്ല. എന്താണ് ആ ഒരു പ്രോജക്റ്റിന്റെ പ്രോസസ്സ് എന്തൊക്കെയാണ്, അത് എങ്ങനെ തുടങ്ങുന്നു, എങ്ങനെ അവസാനിക്കുന്നു, ഇതിനിടയ്ക്കുള്ള പ്രോസസ്സ് എന്തൊക്കെയാണ്. അതുപോലെ തന്നെ ഒരു കമ്പനിയിൽ ഒരു ജോലിയിൽ കയറി കഴിഞ്ഞാൽ അവിടെ ഫോളോ ചെയ്യേണ്ട പ്രൊഫഷണൽ എറ്റിക്വേറ്റ്സ് എന്തൊക്കെയാണ്, കമ്മ്യൂണിക്കേഷൻ എറ്റിക്വേറ്റ്സ് എന്തൊക്കെയാണ്, ഇമെയിൽ എറ്റിക്വേറ്റ്സ് എന്തൊക്കെയാണ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇത് പലതും കുട്ടികൾക്ക് അറിയില്ല. ഓക്കെ, അത് അവരുടെ കുഴപ്പമല്ല, പക്ഷേ പല കാര്യങ്ങളും നമുക്ക് നമ്മുടെ സിലബസിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്, പക്ഷെ നമുക്ക് സ്വയം പഠിക്കാൻ പറ്റുന്നതുമാണ്. അപ്പൊ ഇത് ഡെഫിനറ്റ്ലി നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇത് പല കമ്പനീസും എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഒരു ഫ്രഷറിനെ എടുത്ത് കഴിയുമ്പോഴത്തേക്ക് ഓക്കെ, ഇങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്, ടീമിന് ഇങ്ങനെയാണ് ബിഹേവ് ചെയ്യേണ്ടത്, ഇമെയിൽ ഇങ്ങനെയാണ് അയക്കേണ്ടത്, ഇമെയിൽ ഇങ്ങനെയാണ് എഴുതേണ്ടത്, അതിന്റെ സിൻടാക്സ് ഇങ്ങനെയാണ്, അതിന്റെ ഗ്രാമർ ഇങ്ങനെയാണ്, റൈറ്റ്? ആ ഒരു ഫോർമാറ്റ് ഇങ്ങനെയാണ്. ഇതുള്ളതെല്ലാം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇത് എല്ലാ കമ്പനീസും എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്, റൈറ്റ്? പിന്നെ ഏറ്റവും വലിയൊരു പ്രശ്നം ഞാൻ കാണുന്നത്, എപ്പോഴും ഞാൻ എല്ലാ കോളേജിലും പോകുമ്പോഴത്തേക്ക് അഡ്രസ് ചെയ്യുന്ന ഒരു കാര്യമാണ്, ട്രെയിനിങ്ങിന് ഒരുപാട് സ്കോപ്പ് ഉള്ള ഒരു കാലമാണിത്. കാരണം നേരത്തെ ഫസ്റ്റ് കാര്യം പറഞ്ഞ എന്താണ്, കമ്പനീസ് ഡോണ്ട് പ്രിഫർ ഫ്രഷേഴ്സ്, ദേ പ്രിഫർ സ്കിൽഡ് റിസോഴ്സസ് അല്ലെ? അപ്പൊ ഈ സ്കില്ലിങ്ങിന്റെ പേരും പറഞ്ഞ് മറ്റേ ഇങ്ങനെ മഷ്റൂം പോലെ ഇങ്ങനെ ഒരുപാട് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഇങ്ങനെ മുളച്ചു വന്നിട്ടുണ്ട്. ആക്ച്വലി ഒരു ക്വാളിറ്റി ഇല്ല. കുറച്ച് ബേസിക് കാര്യങ്ങൾ പഠിപ്പിച്ചിട്ട് കുട്ടികളെ വിടുകയാണ്. അപ്പം എല്ലാ HR-മാരും മിക്ക CTOസും ഞാൻ ഉൾപ്പെടെയുള്ള CEOസും കംപ്ലൈന്റ് ചെയ്യുന്നത് കുട്ടികൾ ഇൻഡസ്ട്രി റെഡി ആവുന്നില്ല. ഇത് കോളേജിൽ പഠിച്ചിട്ട് കുറച്ച് എക്സ്ട്രാ കാര്യം പഠിപ്പിച്ച് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വിടുകയാണ്. പക്ഷേ ഇൻഡസ്ട്രി എന്താണെന്ന് അവർ അറിയുന്നില്ല, പ്രോസസ് എന്താണെന്ന് അറിയുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ ഇൻഡസ്ട്രി റെഡി ആവുന്നില്ല അല്ലെ? അപ്പൊ ദിസ് ഇസ് ദ മെയിൻ പ്രോബ്ലം ദാറ്റ് ഡിഫറെന്റ് കമ്പനീസ് ആർ ഫേസിങ്. വളരെ ചുരുക്കം നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട്സ് മാത്രമുണ്ട്, അവർക്കൊരു കറക്റ്റ് സിലബസ് ഉണ്ട് വിച്ച് ഈസ് റിലവന്റ് ടു ദ ഇൻഡസ്ട്രി. പക്ഷെ അത് കുട്ടികൾ എങ്ങനെ സെലക്ട് ചെയ്യും, ദേ ഡോണ്ട് നോ, റൈറ്റ്? സോ ദീസ് ആർ ദ മെയിൻ ഫീഡ്ബാക്ക് ദാറ്റ് ദി HR ഹാവ് ഓൺ ഫ്രഷേഴ്സ്, റൈറ്റ്? Any questions on this? ആർക്കെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ടോ ഇപ്പൊ പറഞ്ഞതിനകത്ത് ബേസ് ചെയ്തിട്ട്? You can unmute and you can ask me any question. I'll be very happy to reply to it. Any questions? Okay, fine. So let's move on to the next slide. Okay, so now we are in the interview. Okay, നമ്മൾ ഇന്റർവ്യൂ നമുക്കൊരു അവസരം കിട്ടി. Suppose you have cleared the aptitude round and maybe you have cleared the one of the technical rounds too, and now you are in front of the technical person or the HR person, whoever, and you are ready for the interview. Okay, you are ready to take the questions. Now എന്താണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്? You have to set your posture, right? നമ്മൾ എങ്ങനെയാണ് അവിടെ നമ്മുടെ സ്വയം സോ എങ്ങനെയാണ് നമ്മൾ അവിടെ ഒന്ന് സെറ്റപ്പ് ചെയ്യേണ്ടത്, സ്വയം എങ്ങനെയാണ് സെറ്റപ്പ് ചെയ്യേണ്ടത്, നമ്മുടെ പോസ്റ്റർ എന്തായിരിക്കും? സോ ദ ഫസ്റ്റ് തിങ് ഈസ് ഗെറ്റ് റിഡ് ഓഫ് ഓൾ യുവർ ടെൻഷൻ.
വളരെ റിലാക്സ്ഡ് ആയിട്ട് വളരെ പ്ലസന്റ് ആയിട്ട് ഒരു ചെറു പുഞ്ചിരിയോട് കൂടി നമ്മൾ അവിടെ പോയി ഇരിക്കുക. ഓക്കെ, ആൻഡ് യു ഹാവ് ടു ബി വെരി കൂൾ. സർ മൈക്ക് മ്യൂട്ട് ആണ്. Yeah, sorry for that. I don't know how it went to mute. Can you hear me? Yes, sir. Yes, sir. Okay. So, എവിടെ തൊട്ടാ കേൾക്കാത്തത്? സർ പോസ്റ്ററിനെ കുറിച്ച് പറയായിരുന്നു. Fine. Yeah. So it's about how you set yourself up. Okay, നമ്മൾ ഒരു ഇവന്റിന് പോയിരിക്കുമ്പോഴത്തേക്ക്, ഒരു മീറ്റിങ്ങിന് പോയിരിക്കുമ്പോഴത്തേക്ക് നമ്മൾ സ്വയം ഒന്ന് സെറ്റപ്പ് ചെയ്യണം, അല്ലെ? എങ്ങനെയായിരിക്കണം നമ്മുടെ പോസ്റ്റർ, എങ്ങനെയാണ് ഇരിക്കേണ്ടത്? അപ്പം വളരെ കംഫർട്ടബിൾ ഒരു സിറ്റിംഗ് പോസ്റ്ററിൽ ഇരിക്കുക. പല കുട്ടികളും വന്നിട്ട് ഇങ്ങനെ എന്താ പറയാ, ഒന്ന് ഒടിഞ്ഞു മടങ്ങി ഇങ്ങനെ ഫ്രണ്ടിലോട്ടൊക്കെ കൂനിയൊക്കെ ഇരിക്കാറുണ്ട്. അങ്ങനെ ഒരിക്കലും ഇരിക്കരുത്. ബി വെരി കംഫർട്ടബിൾ, ഒരു വളരെ ഇറക്റ്റ് ആയിട്ട് നിങ്ങൾ സ്ട്രൈറ്റ് ആയിട്ട് ഇരിക്കുക. ബട്ട് വാട്ട് എവർ ഈസ് യുവർ കംഫർട്ടബിൾ പോസ്റ്റർ, ആ രീതിയിൽ ഇരിക്കുക. ഓക്കെ, ആൻഡ് എന്താ പറയാ, ചില ആൾക്കാർ ഇപ്പം നമ്മള് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. ഇപ്പം മോഹൻലാൽ അല്ലെ, അല്ലെങ്കിൽ രജനീകാന്ത്, ഇവരെ പോലെയുള്ള, അല്ലെങ്കിൽ ഷാറൂഖ് ഖാൻ, ഇവരൊക്കെ വന്ന് ഇരുന്ന് ഒരു ഇന്റർവ്യൂവിൽ സംസാരിക്കുമ്പോഴത്തേക്ക് അവരൊരു സിറ്റിംഗ് പോസ്റ്റർ ഉണ്ട്, അവരിയ്ക്കുന്ന ഒരു രീതിയുണ്ട്. അത് കാണുമ്പോൾ തന്നെ നമുക്ക് ഒരു ബഹുമാനം തോന്നും, അല്ലെങ്കിൽ ഒരു പെർഫെക്റ്റ് പോസ്റ്ററാണ് നമുക്ക് തോന്നും. മനസ്സിലായില്ലേ? അപ്പം അതുപോലെ ഒരു ആധികാരികതയുള്ള അല്ലെങ്കിൽ ഒരു ആഢ്യത്വമുള്ള ഒരു പോസ്റ്ററിൽ നമ്മൾ ഇരിക്കുക. I hope you understand what I'm saying. Okay, so be very relaxed, be very pleasant. You have a very simple smile on your face. Be very cool and composed. ഒരു ക്വസ്റ്റ്യനും നമ്മൾ ഇമോഷണൽ ആയിട്ട് മറുപടി പറയരുത്. ഓക്കെ, ചില ഇന്റർവ്യൂവേഴ്സ് വളരെ ഡെലിബറേറ്റ് ആയിട്ട് നമ്മളെ എന്താ പറയാ, നമ്മളൊന്ന് ഇമോഷണൽ ആക്കാൻ വേണ്ടി, അതായത് ഇയാൾ ഇമോഷണൽ ആവുമോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി മനഃപൂർവ്വം ചില ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഒരു സാഹചര്യത്തിലും നമ്മൾ ഇമോഷണൽ ആവാൻ പാടില്ല. ഓക്കെ, ഇപ്പൊ ചില കുട്ടികൾ എന്റെ മുമ്പിൽ ഇരുന്ന് കരഞ്ഞിട്ടുണ്ട് എന്ന് വെച്ചാൽ അവരുടെ വീട്ടിലെ സാഹചര്യം വളരെ മോശമായിരിക്കും. അപ്പൊ ഞാൻ ചോദിക്കും, നിങ്ങളുടെ പേരൻസ് എന്താ ചെയ്യുന്നത്? അപ്പൊ അവര് അത് വളരെ ഇമോഷണൽ ആയിട്ട് വളരെ പേഴ്സണൽ ആയിട്ട് എടുക്കും. നെവർ ഡു ദാറ്റ്. ഓക്കെ, നെവർ ബ്രിങ് യുവർ പേഴ്സണൽ തിങ്സ് അലോങ് വിത്ത് യു ടു ദ ഇന്റർവ്യൂ. അതെല്ലാം മാറ്റി വെച്ചിട്ട് നിങ്ങളൊരു പക്ക പ്രൊഫഷണൽ ആയിട്ട് വേണം നിങ്ങൾ ഇന്റർവ്യൂവിന് ഒന്ന് ഇരിക്കാനായിട്ട്. ഒരിക്കലും നിങ്ങൾ പേഴ്സണൽ ആയിട്ട് കാര്യങ്ങൾ ചോദിക്കുമ്പോഴത്തേക്ക് നെവർ ബി ഇമോഷണൽ. ദാറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. ഒരുപാട് കുട്ടികൾ ഈ ഒരു കാര്യത്തിൽ ഫെയിൽ ആവുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് പേഴ്സണലി പറയുന്നത്, ഡോണ്ട് ഡു ദാറ്റ്. ഓക്കെ, ബി വെരി ബോൾഡ്, ബി യുവർ സെൽഫ്, നെവർ ബി ഇമോഷണൽ. Okay, because no company wants an emotional person to be hired in their company. കാരണം അതിന്റെ പ്രോസസ്സ് ഡിഫറെന്റ് ആണ്. നമ്മുടെ സാധാരണ വീട്ടിൽ ബിഹേവ് ചെയ്യുന്ന പോലെയല്ല ഒരു കമ്പനിയിൽ ബിഹേവ് ചെയ്യുന്നത്. വളരെ പ്രൊഫഷണൽ ആണ്. Right? You have to set your standards. You can't be emotional. You can't take decisions in a company based on emotions. Very important. Okay? Right. Now, you have to be very affable and amicable. എന്താണ് ഈ affable and amicable? ആരെങ്കിലും ഒന്ന് പറയാമോ? ഈ രണ്ട് വേർഡ്സ് കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? അതിന്റെ അർത്ഥം ഒന്ന് പറഞ്ഞു തരാമോ? എനിവൺ? Maybe you can Google it and you can tell me. No problem. Because these are two words which I expect you to know the meaning of. Okay. And what about amicable? Right. Both have the same meaning. Almost, അതായത് വളരെ ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കുക. ഓക്കെ, ഇത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങളുടെ ഇന്റർവ്യൂ വളരെ ഈസി ആയിരിക്കും. നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ കൂടെ എങ്ങനെയാണ് സംസാരിക്കുന്നത്? എന്തെങ്കിലും നിങ്ങൾക്ക് റെസ്ട്രിക്ഷൻ ഉണ്ടോ? ഇല്ല. നിങ്ങൾ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളെല്ലാം തുറന്നു പറയാറില്ലേ? അതുപോലെ തന്നെ നിങ്ങൾ വിചാരിക്കുക, നമ്മളെക്കാൾ വലിയ ഒരു നിലയിലിരിക്കുന്ന ഒരാളല്ല നമ്മൾ സംസാരിക്കുന്നത്. ഒരു ഫ്രണ്ടിനോടാണ് സംസാരിക്കുന്നത് എന്ന് പറഞ്ഞ് ഒരുപാട് സ്വാതന്ത്ര്യം എടുക്കരുത്. പക്ഷേ ആ ഒരു സന്തോഷത്തോടെ സംസാരിക്കുക, ആ ഒരു റിലാക്സ്ഡ് മൈൻഡോടുകൂടി സംസാരിക്കുക. ദാറ്റ് ഈസ് വാട്ട് ഐ മീൻ. ഓക്കെ, സോ വെനെവർ യു ടോക്ക് ഇൻ ആൻ ഇന്റർവ്യൂ, മേക്ക് ഷുവർ ദാറ്റ് യു സ്പീക്ക് ഇൻ എ വെരി ഫ്രണ്ട്ലി വേ. റൈറ്റ്. നൗ നമ്മളവിടെ ആദ്യം പോയി ഇരിക്കുമ്പോൾ തന്നെ എന്താ ചെയ്യേണ്ടത്? ഒരു പക്ഷേ ആ പാനലിൽ ഒരാൾ മാത്രമേ ഉണ്ടാവുള്ളൂ, ചിലപ്പോൾ 2 പേരുണ്ടാവും, ചിലപ്പോൾ 3 പേര് കാണും, ചിലപ്പോൾ 4 പേര് കാണും, അല്ലെ? സോ യു ഹാവ് ടു ഗ്രീറ്റ് എവറി മെമ്പർ ഓഫ് ദ പാനൽ. രാവിലെ ആണെങ്കിൽ യു ക്യാൻ സേ ഗുഡ് മോർണിംഗ്, ഉച്ചയ്ക്കാണെങ്കിൽ ഗുഡ് ആഫ്റ്റർനൂൺ പറയാം. റൈറ്റ്? ഈവനിങ് ഉണ്ടാവാൻ സാധ്യത കുറവാണ് ആണെങ്കിൽ യു ക്യാൻ സേ ഗുഡ് ഈവനിങ്. ബട്ട് യു ഹാവ് ടു മേക്ക് ഷുവർ ദാറ്റ്
you greet each and every member of the panel in the interview, right? You have to give respect to each and every person in the panel. എല്ലാവർക്കും നിങ്ങളുടെ ആ ഒരു ശ്രദ്ധ കൊടുക്കണം. ഓക്കെ, ആൻഡ് ലുക്ക് ഇൻ ടു ദ ഐസ്. നിങ്ങൾ അവരുടെ കണ്ണുകളിലേക്ക് നോക്കുക. അതായത് നിങ്ങൾ അങ്ങനെ കണ്ണുകൾ നോക്കി സംസാരിക്കാൻ കഴിവുള്ള വ്യക്തിയാണെന്നുള്ളത് നിങ്ങൾ തെളിയിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ദിസ് ആർ വെരി സിമ്പിൾ തിങ്സ് ബട്ട് വെരി ഇമ്പോർട്ടൻറ്റ്. HR റൗണ്ടിലേക്ക് ഇത് വളരെയധികം ശ്രദ്ധിക്കുന്ന കാര്യങ്ങളാണ്. നൗ ഇത് നേരത്തെ പറഞ്ഞ കാര്യമാണ്. ദ ലാസ്റ്റ് തിങ്, നോ റൂം ഫോർ ടെൻഷൻ. ആബ്സല്യൂട്ട്ലി ടെൻഷൻ ഫ്രീ ആയിട്ട് വേണം നിങ്ങൾ ഇന്റർവ്യൂന്ന് പോകുന്നത്. ഓക്കെ, അപ്പൊ ഐ വിൽ ഗീവ് യു എൻ എക്സാമ്പിൾ. ഒരു കുട്ടി ഉണ്ടായിരുന്നു, അത് കൊല്ലത്തെ ഏതോ കോളേജിൽ പഠിച്ചാണ്, എഞ്ചിനീയറിംഗ് പഠിച്ച കുട്ടിയാണ്, BTech ഇലക്ട്രോണിക്സ് ആയിരുന്നു. അപ്പോ പക്ഷേ എൻ്റെ അടുത്ത് ഇന്റർവ്യൂവിന് വന്നത് IT കമ്പനിയിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയാണ്, എന്തെങ്കിലും പോസ്റ്റ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ് ഇന്റർവ്യൂവിന് വന്നത്. അപ്പം IT ജോബിന് വേണ്ടിയാണ് വന്നത്. ഞാൻ ചോദിച്ചു, ഇങ്ങനെ ഇലക്ട്രോണിക്സ് അല്ലേ, എങ്ങനെയാണ് IT വരുന്നത്, എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടോ? അപ്പൊ ഇല്ല എന്ന് പറഞ്ഞു. ശരി, അപ്പൊ കുഴപ്പമില്ല, ഞാൻ ഒരു ബേസിക് ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ചോദിച്ചു, ഇലക്ട്രോണിക്സിൽ കുറച്ച് കാര്യങ്ങൾ ചോദിക്കാന്ന് പറഞ്ഞു. റൈറ്റ്, സോ ഐ ആസ്ക്ഡ് ഹർ, can you tell me what is a PN junction diode? വളരെ സിമ്പിൾ കാര്യമാണ്, നമ്മൾ 10ാം ക്ലാസ്സിലും പ്ലസ് 2 പഠിച്ച കാര്യമാണ്. പക്ഷേ ഷി വാസ് സോ ടെൻസ്ഡ് ഷീ കുഡ് നോട്ട് ഓപ്പൺ ഹെർ മൗത്ത്. ഒന്നും പറയാൻ പറ്റില്ല, ഇങ്ങനെ വേർത്ത് കുളിച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ എനിക്ക് അറിയാമായിരുന്നു ഈ കുട്ടിക്ക് ഇതൊക്കെ അറിയാം, പക്ഷെ പറയാൻ പറ്റുന്നില്ല. ബിക്കോസ് ഷി വാസ് സോ ടെൻസ്ഡ്. ഓക്കെ, സോ ഇത് നിങ്ങളൊന്ന് പ്രിപ്പയർ ചെയ്യുക, നിങ്ങൾ മൈൻഡിലൊന്ന് പ്രിപ്പയർ ചെയ്ത് മാത്രമേ ഇന്റർവ്യൂവിന് പോകാവുള്ളൂ. ഒരു കാരണവശാലും ടെൻഷൻ അടിച്ച് ഇന്റർവ്യൂവിന് ഇരിക്കരുത്. നിങ്ങൾക്ക് ഒരിക്കലും നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റില്ല. റൈറ്റ്, വളരെ കുറച്ച് ചുരുക്കം ആൾക്കാർ മാത്രമേ ഉള്ളൂ. ഫോർ എക്സാമ്പിൾ, നമ്മുടെ വിരാട് കോഹ്ലിയെ പോലുള്ള ആൾക്കാർ മാത്രമേ ഉള്ളൂ എക്സ്ട്രീം ടെൻഷൻ കൊടുക്കുമ്പോഴത്തേക്ക് ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യുന്നവർ. മേ ബി പുള്ളി സെഞ്ചുറി അടിക്കുക അല്ലേ. പക്ഷേ നോർമൽ ഹ്യൂമൻ ബീങ്സ് ആണെങ്കിൽ ടെൻഷനിൽ പെർഫോം ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് നെവർ എവർ ഗെറ്റ് ടെൻസ്ഡ് ബിഫോർ എൻ ഇന്റർവ്യൂ. വളരെ കൂളായിട്ട് പാട്ടൊക്കെ ഇട്ട് ഇങ്ങനെ സമാധാനമായിട്ട് വേണം ഇന്റർവ്യൂവിന് പോകാനായിട്ട്. ഓക്കെ, റൈറ്റ്. നൗ the next thing is preparation. Just a second, give me 1 second, okay? I'll take a small break for just 1 second. I'll be back. Something important came up. Hello, yeah, can you hear me? Am I audible? Hello? Yes, sir. Yeah, okay, fine. So now let's come to the actual preparation. Okay, what the companies expect from you, irrespective of your branches of engineering or any other course, whatever you're doing. എന്താണ് കമ്പനീസ് എക്സ്പെക്ട് ചെയ്യുന്നത്, നമ്മൾ എങ്ങനെയാണ് ഒരു ഇന്റർവ്യൂവിന് വേണ്ടി പ്രിപ്പയർ ചെയ്യേണ്ടത്? ഓക്കെ, സോ ദാറ്റ് വി ക്യാൻ മേക്ക് ഷുവർ ദാറ്റ് യെസ്, ഈ ഇന്റർവ്യൂ ഞാൻ ക്ലിയർ ചെയ്തിരിക്കും എന്ന് നമുക്ക് സ്വയം എൻഷുർ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്തൊക്കെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പല കുട്ടികളും എസ്പെഷ്യലി നമ്മൾ മലയാളി പിള്ളേരിൽ കാണുന്ന ഒരു പ്രശ്നമാണ്, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് വളരെ മോശമാണ്. എനിക്കറിയാം, കോളേജിലൊക്കെ നമ്മൾ ഭയങ്കര അടിപൊളി ലൈഫൊക്കെ ആയിരിക്കും, ഭയങ്കര ബഹളമൊക്കെ ആയിരിക്കും, ക്ലാസ്സിലും ബഹളമായിരിക്കും, ക്യാമ്പസിലും മൊത്തം ബഹളമായിരിക്കും. പക്ഷേ ഒരു ഇന്റർവ്യൂ വരുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ഒരു സ്റ്റേജിൽ കയറി സംസാരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ഒന്നും മിണ്ടത്തില്ല അല്ലേ. ഇതൊരു മെയിൻ പ്രശ്നമാണ്. സോ യു ഹാവ് ടു മേക്ക് ഷുവർ ദാറ്റ് യു ബിൽഡ് സ്ട്രോങ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, ഇന്റർ പേഴ്സണൽ സ്കിൽസ്. രണ്ട് വ്യക്തികൾ തമ്മിൽ സംസാരിക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിനോട് സംസാരിക്കുമ്പോഴോ നമുക്ക് വളരെ ഫ്ലുവൻ്റ് ആയിട്ട് മലയാളത്തിലായാലും ഇംഗ്ലീഷിലായാലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം. ഇത് നമ്മൾ എൻഷുർ ചെയ്യണം. റൈറ്റ്, ദിസ് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് തിങ് ദാറ്റ് യു നീഡ് ടു പ്രിപ്പയർ. മിക്കവാറും നമ്മൾ ഇന്റർവ്യൂ എല്ലാം നടക്കുന്നത് ഇംഗ്ലീഷിലായിരിക്കും. മിക്ക കമ്പനീസിലും, ചില കമ്പനീസ് മാത്രം മലയാളത്തിൽ ചോദിക്കും. പക്ഷേ ഇറ്റ് ഈസ് വെരി നെസസറി ഇൻ ദിസ് പ്രസന്റ് വേൾഡ് ദാറ്റ് യു ആർ പ്രിപ്പയർഡ് ടു റിപ്ലൈ ടു എനി ക്വസ്റ്റ്യൻ ഇൻ ഇംഗ്ലീഷ്. ഓക്കെ, ഇംഗ്ലീഷ് നമുക്ക് അത്ര പുതിയ ലാംഗ്വേജ് ഒന്നുമില്ല. നമ്മൾ കോളേജിൽ പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്, നമ്മൾ ആ ലാംഗ്വേജ് യൂസ് ചെയ്തിട്ടുണ്ട് അല്ലേ. അതുകൊണ്ട് തന്നെ നമുക്ക് അത്ര ബുദ്ധിമുട്ടുണ്ടാവേണ്ട കാര്യമില്ല. നമ്മൾ സംസാരിച്ച് ശീലിച്ചിട്ടില്ല എന്നൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. എന്താണ് നമ്മൾ ചെയ്യേണ്ടത്?
വളരെ സിമ്പിൾ തിങ് ആണ്. ഇപ്പൊ ഈ ഗ്രൂപ്പിൽ തന്നെ പലരോടും ഞാനിത് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ട്രൈ ഉണ്ടാവും, പക്ഷെ ഇടയ്ക്ക് വെച്ച് നിർത്തിയിട്ടും ഉണ്ടാവാം. പക്ഷെ ഇതൊരു ശീലമാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഇംഗ്ലീഷിൽ സ്ട്രോങ് ആവാൻ പറ്റും. ഓക്കെ, മേ ബി ശശി തരൂരിനെ പോലെ സംസാരിക്കാനും പറ്റും. നൗ ലേൺ 2 new words every day. ഗൂഗിൾ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ ഡിക്ഷണറി ഉണ്ടെങ്കിൽ ഡിക്ഷണറി എടുക്കുക. ഡെയിലി 2 പുതിയ വാക്കുകൾ പഠിക്കുക. ആ 2 വാക്കുകൾ വെച്ചിട്ട് ഒരു സെന്റൻസ് ഉണ്ടാക്കുക. ആ സെന്റൻസ് നിങ്ങൾ സംസാരിക്കുക. ഓക്കെ, ഇത് നിങ്ങൾക്ക് സ്വയം ചെയ്യാവുന്നതേ ഉള്ളൂ. യു ക്യാൻ ടോക്ക് ടു യുവർ സെൽഫ്. ഇപ്പൊ ഈ കൂട്ടത്തിൽ ഇവിടെ ഇപ്പം കുറച്ച് ആൾക്കാരുണ്ട്, ഐ ഡോണ്ട് നോ ദി എക്സാക്ട് നമ്പേഴ്സ്. ഇതിൽ എത്ര പേര് ഈ പുതിയ സിനിമ കണ്ടിട്ടുണ്ട്? ശേഷം മൈക്കിൾ ഫാത്തിമ. I can't see the responses. Can somebody speak? കണ്ടിട്ടുണ്ട് സർ. ഓക്കെ, ഇഷ്ടപ്പെട്ടോ? എന്താണ് അതിന്റെ ഒരു കോൺസെപ്റ്റ്, അതിന്റെ തീം എന്താണ്? റൈറ്റ്. ഓക്കെ, സോ സി, ഇതാണ് ഇതിന്റെ സൊല്യൂഷൻ. ഇപ്പൊ പല കുട്ടികളും എന്നെ വിളിച്ച് ചോദിക്കാനുണ്ട്, സാറേ എനിക്ക് ഇംഗ്ലീഷ് പറ്റുന്നില്ല, ഭയങ്കര പ്രശ്നമാണ്. ഞാൻ പറഞ്ഞു, എന്താ പ്രശ്നം? ഈ ഒരു കാര്യം ചെയ്യാൻ പറ്റുമോ? 2 വാക്കുകൾ ഡെയിലി കണ്ടുപിടിക്കാൻ പറ്റുമോ? അത് പറ്റും സാർ, കുഴപ്പമില്ല. ശരി, ഇത് തനിയെ സംസാരിക്കാൻ പറ്റുമോ? അതും കുഴപ്പമില്ല. ശരി, ഇത് വേറെ ആരോടും സംസാരിക്കേണ്ട കാര്യമില്ല. നേരെ മിററിന്റെ ഫ്രണ്ടിൽ പോവുക, കണ്ണാടിയുടെ ഫ്രണ്ടിൽ പോവുക, സംസാരിക്കുക. ഓക്കെ, പക്ഷെ ചുമ്മാ സംസാരിച്ചാൽ മതിയോ? ഇല്ല. പിന്നെ എന്താ വേണ്ടത്? അത് ഒരു കോണ്ടെക്സ്റ്റ് വേണം. നമ്മളിപ്പോ എന്താണ് സംസാരിക്കുന്നത്, പ്രൊനൗൺസിയേഷൻ ഓഫ് വേർഡ്. എക്സാക്ട്ലി റൈറ്റ്. സോ യു ഹാവ് ടു, അതാണ് ഞാൻ ആ ഫിലിമിന്റെ കാര്യം പറഞ്ഞത്. നിങ്ങളത് കണ്ടില്ലെങ്കിൽ കണ്ടു നോക്കുക. ശേഷം മൈക്കിൾ ഫാത്തിമ, അത് കല്യാണി പ്രിയദർശനാണ് അത് ലീഡ് റോൾ അഭിനയിച്ചിരിക്കുന്നത്. ഇറ്റ്സ് എ സിമ്പിൾ മൂവി, പക്ഷേ ഗുഡ് കോൺസെപ്റ്റ് ആണ്. ഇതുപോലത്തെ കോൺസെപ്റ്റ്സ് മുമ്പ് വന്നിട്ടുണ്ട്. ബട്ട് യു ഹാവ് ടു സ്പീക്ക്. നമ്മുടെ സ്പീച്ച് ബെറ്റർ ആവണമെങ്കിൽ ഒറ്റ വഴിയുള്ളൂ. എന്താണ്? യു ഹാവ് ടു സ്പീക്ക്. റൈറ്റ്? സംസാരിച്ചുകൊണ്ടേ ഇരിക്കുക. അപ്പൊ ഒരു കോൺസെപ്റ്റ് എടുക്കുക, ഒരു ടോപ്പിക് എടുക്കുക, അതിനെപ്പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുക. സ്വയം സംസാരിച്ചാൽ മതി, സ്വന്തം മുറിയിൽ സംസാരിച്ചാൽ മതി, ഒരു പ്രശ്നമില്ല. പക്ഷെ സംസാരിക്കുമ്പോൾ പ്രൊണൗൺസിയേഷൻ കറക്റ്റ് ആയിരിക്കണം. ഇല്ലെങ്കിൽ അതിനുവേണ്ടി വീണ്ടും സമയം കളയേണ്ടി വരും. പ്രൊണൗൺസിയേഷൻ കറക്റ്റ് ആക്കാൻ യാതൊരു ബുദ്ധിമുട്ടില്ല. എന്താണ്? വേർഡ് എടുക്കുക, ഗൂഗിളിൽ ടൈപ്പ് ചെയ്യുക, ഗൂഗിളിൽ തന്നെ അതിന്റെ പ്രൊണൗൺസിയേഷൻ നിങ്ങൾക്ക് കിട്ടും. റൈറ്റ്? ഇഫ് യു വോണ്ട് ടു സേ ഇൻവെസ്റ്റിഗേഷൻ, ഗൂഗിൾ പറഞ്ഞു തരും ഇൻവെസ്റ്റിഗേഷൻ. റൈറ്റ്? അവിടെ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല, ഇൻവെസ്റ്റിഗേഷൻ. കാരണം ഓരോ വേർഡും ഓരോ സ്ഥലത്ത് നമുക്ക് സ്ട്രെസ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ആക്സെന്റ് അവിടെയാണ് കൊടുക്കേണ്ടത്, അല്ലെ? അപ്പൊ എവിടെയാണോ സ്ട്രെസ് കൊടുക്കേണ്ടത് അവിടെ കൊടുത്താലേ അതിന്റെ പ്രൊണൗൺസിയേഷൻ കറക്റ്റ് ആവത്തുള്ളൂ. സോ വി കാൻ സേ ഇൻവെസ്റ്റിഗേഷൻ, പകരം യു ഹാവ് ടു സേ ഇൻവെസ്റ്റിഗേഷൻ. റൈറ്റ്? അപ്പം കേൾക്കാൻ ഇമ്പമുള്ള രീതിയിൽ, ഇംഗ്ലീഷ് ലാംഗ്വേജ് ആവശ്യപ്പെടുന്ന രീതിയിൽ ഓരോരോ വേർഡ്സ് പ്രൊണൗൺസ് ചെയ്ത് പഠിക്കുക. ഇത് നിങ്ങൾക്ക് സ്വയം ചെയ്യാവുന്നതേ ഉള്ളൂ, യാതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. പക്ഷേ ഇത് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും യു വിൽ ബി ഏബിൾ ടു സ്പീക്ക് ഗുഡ് ലാംഗ്വേജ് ഇൻ ഇംഗ്ലീഷ് ഇൻ ജസ്റ്റ് 2 months. ഇത് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യാം. ഓക്കെ, നൗ നേരത്തെ HR പറഞ്ഞൊരു ഡ്രോബാക്ക് എന്തായിരുന്നു? കറണ്ട് അഫയേഴ്സിൽ അധികം നോളജ് ഇല്ല, അല്ലെ? അപ്പം ഫോളോ കറണ്ട് അഫയേഴ്സ്. കാരണം ഇപ്പൊ ഞാൻ ഒരു ഇന്റർവ്യൂവിന് ഒരു കുട്ടിയോട് വെറുതെ ചോദിച്ചതാണ്, ജസ്റ്റ് ഒരു ഫില്ലർ പോലെ ചോദിച്ചതാണ്. ഓക്കെ, ജസ്റ്റ് ടെൽ മീ ഹൂ ഇസ് ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ? റൈറ്റ്? ഇറ്റ് സീംസ് ടു ബി എ വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ, വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ ഐ ഡിഡ് നോട്ട് ഗെറ്റ് ദി ആൻസർ. ആ കുട്ടിക്ക് പറയാൻ പറ്റിയില്ല. ഐ നെവർ എക്സ്പെക്ടഡ് ദാറ്റ്. ഓക്കെ, നമ്മളെല്ലാവരും ഇന്ത്യൻ സിറ്റിസൺസ് ആണ്. സോ നമ്മൾ വിചാരിക്കുന്നത് എന്താണ്? ബൈ ഡിഫോൾട്ട് ആരും ഇത് പറയും എന്നുള്ളതാണ്. പക്ഷെ ആ കുട്ടി പറഞ്ഞില്ല. റൈറ്റ്? അപ്പം ഇതെല്ലാം കൊച്ചു കൊച്ചു കാര്യങ്ങളാണ്. ഞാൻ പറയുന്ന GK മൊത്തം കാണാൻ പഠിക്കണമെന്നല്ല. പക്ഷെ നമ്മൾ ജീവിക്കുന്ന ഈ സാഹചര്യത്തിൽ, നമ്മുടെ കേരളം എന്ന ഈ ഒരു സ്റ്റേറ്റിലും ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തും, പിന്നെ അത് ഗ്ലോബലി എന്തൊക്കെയാണ് മെയിൻ ഇവന്റ്സ് എന്തൊക്കെയാണ്? ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഇപ്പം ഗ്ലോബലി ഏറ്റവും പ്രാധാന്യമുള്ള ഒരു വാർത്ത എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? ഇസ്രായേൽ പാലസ്റ്റൈൻ വാർ. എക്സാക്ട്ലി. ഗ്രേറ്റ്. സോ ദാറ്റ് മീൻസ് യു ഫോളോ കറണ്ട് അഫയേഴ്സ്. ഇത്രയും മാത്രമേ നമ്മൾ ആവശ്യപ്പെടുന്നുള്ളൂ. ഏത് കമ്പനിയും, ഏതൊരു ഇന്റർവ്യൂവറും, ഏതൊരു എംപ്ലോയറും ആവശ്യപ്പെടുന്ന ഇത്രയും മാത്രമേ ഉള്ളൂ. ലോക വിവരങ്ങൾ, നിങ്ങൾക്ക് ചുറ്റും സംഭവിക്കുന്നത് എന്താണ്, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. നിങ്ങൾ ഇൻഡെപ്ത് ഒന്നും അറിയണ്ട, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, കാരണം ഒരു കമ്പനിയിൽ നിങ്ങൾ വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ ഒരു ടീമുമായിട്ട് വർക്ക് ചെയ്യേണ്ടതാണ്. ആ എൻവയറൺമെന്റുമായിട്ട് നിങ്ങൾ സ്യൂട്ടബിൾ ആയിട്ട് നിങ്ങൾ അഡാപ്റ്റ് ചെയ്യേണ്ടതാണ്. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു കമ്പനി സ്വന്തം കമ്പനിയായിട്ട് കണ്ട് അവിടുത്തെ കാര്യങ്ങളെല്ലാം പഠിച്ച് മനസ്സിലാക്കി അതിന്റെ ബെറ്റർമെന്റിന് വേണ്ടി, അതിന്റെ ഇംപ്രൂവ്മെന്റിന് വേണ്ടി, പ്രോഗ്രസിന് വേണ്ടി വർക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് അവർ ചെക്ക് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ ചോദിക്കുന്ന ഓരോ ചോദ്യത്തിനും, ഓരോ എക്സ്പെക്ടേഷനും ഉറപ്പായിട്ടും എന്താണ്? അതിന്റെ പിന്നിൽ ഒരു കാരണമുണ്ട്. റൈറ്റ്? ദാറ്റ് ഈസ് വാട്ട് വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ്. എന്തുകൊണ്ടാണ് ഇത് പറയുന്നത്?
ഈ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യണമെങ്കിൽ ഒരുപാട് ആൾക്കാരുമായിട്ടും വ്യക്തികളുമായിട്ടും ഇന്ററാക്ട് ചെയ്യേണ്ട ആവശ്യം വരും. ഒരുപാട് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ടാവും, ഒരുപാട് ക്ലയൻസ് ഉണ്ടാവും, കസ്റ്റമേഴ്സ് ഉണ്ടാവും, അല്ലെ? അപ്പം കാര്യങ്ങൾ അറിയണം, എന്താണ് ഒരു കമ്പനിയിൽ നടക്കുന്നത്, കമ്പനിയിലെ പ്രോസസ്സ് എന്താണ്. ഇതൊക്കെ അറിഞ്ഞാൽ മാത്രമല്ലേ നമുക്ക് ആ ഒരു ജോബിൽ നമുക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് ആ ചോദ്യത്തിന്റെ കാരണം. ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്, റൈറ്റ്? നൗ എങ്ങനെ നമുക്ക് വീണ്ടും നന്നായിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റും? ഞാൻ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാൻ എഞ്ചിനീയറിംഗ് കോളേജിൽ 2000 പാസ് ഔട്ട് ആവുന്ന സമയത്ത് ഒരുപാട് കമ്പനീസിന് ഇന്റർവ്യൂസിന് വരുമായിരുന്നു, പ്ലേസ്മെന്റിന് വരുമായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ സീനിയർ ബാച്ചിൽ ഒരു ആളുണ്ടായിരുന്നു. ഹിസ് നെയിം വാസ് ഐ തിങ്ക് സുബ്രഹ്മണി. ഓക്കെ, ഒരു വളരെ പ്ലസന്റ് ആയിട്ടൊരു വ്യക്തിയാണ്. അത്യാവശ്യം വണ്ണമൊക്കെ ഉണ്ടായിരുന്നു. പുള്ളി ഒരു നമ്പൂരിയാണെന്ന് തോന്നുന്നു. അത്ര ബ്രില്യൻ്റ് ഒന്നുമല്ല. പക്ഷേ ഒരു ഡിബേറ്റിൽ പിടിച്ചിരുത്തി കഴിഞ്ഞാൽ പിന്നെ പുള്ളി അങ്ങ് തുടങ്ങും. ഇംഗ്ലീഷൊന്നും അത്ര സ്ട്രോങ് ഒന്നും അല്ല, പക്ഷേ ഒരു ടോപ്പിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ചെറുപറ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കും. വൈ? ഇറ്റ് ഈസ് നോട്ട് ബിക്കോസ് ഹീ ഈസ് സോ ബ്രില്യന്റ് ഓർ സോ ഗുഡ് ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ്. ഇറ്റ് ഈസ് സിംപ്ലി ബിക്കോസ് ഓഫ് ഹിസ് കോൺഫിഡൻസ്. കാരണം പുള്ളിക്ക് അറിയാം, ഡിബേറ്റിൽ ഫസ്റ്റ് വരണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? സംസാരിക്കണം, സംസാരിച്ച് ഫലിപ്പിക്കണം. വേറെ എന്തെങ്കിലും വഴിയുണ്ടോ? വേറെ വഴിയില്ല. വേറെ ഓപ്ഷൻ ഉണ്ടോ? ഇല്ല. റൈറ്റ്? സോ ഹിസ് ഒബ്ജക്റ്റീവ് ഇസ് വെരി ക്ലിയർ. ഞാൻ സംസാരിക്കണം. ശരി, സംസാരിക്കുക. അതിനകത്ത് തെറ്റുകൾ ഉണ്ടാവും, ഗ്രാമർ മിസ്റ്റേക്സ് ഉണ്ടാവും, പ്രശ്നമില്ല. നമ്മൾ എക്സ്പ്രസ് ചെയ്യുകയാണ് വേണ്ടത്. ഇപ്പൊ ഈ ഗ്രൂപ്പിൽ തന്നെ ഒരുപാട് കുട്ടികൾ മടിച്ചു നിൽക്കുന്നുണ്ടാവും. ഞാനിപ്പോ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, ആരെങ്കിലും റിപ്ലൈ പറയുന്നുണ്ടോ? ഇല്ല. എല്ലാവരും മടിച്ചു നിൽക്കുകയാണ്. ഞാൻ ചോദിക്കണോ, വേണോ, വേണ്ടയോ? ഇല്ലേ? ഇപ്പൊ ഫസ്റ്റ് തിങ് നമ്മുടെ മനസ്സിൽ വരുന്ന ചോദ്യം അതാണ്, ഞാൻ ചോദിക്കണോ, ഞാൻ സംസാരിക്കണോ? നമുക്ക് എപ്പോഴും ഈ ഒരു നെഗറ്റീവ് തോട്ടാണ് ആദ്യം വരുന്നത്. അതിനടുത്ത് നേരെ ചവിട്ടുവിട്ടേ കളയാം. റൈറ്റ്? ഇത് നിങ്ങൾക്ക് കളയാൻ പറ്റുന്നുണ്ടെങ്കിൽ the first step is done. Then you start speaking some words. Then you start speaking some sentences. Then what you have to do is speak with your friends. എല്ലാ ആഴ്ചയും നിങ്ങൾക്കൊരു ഫ്രണ്ട്സ് ഗ്രൂപ്പിൽ, നിങ്ങളുടെ ക്ലാസ്സിൽ തന്നെ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് എല്ലാവർക്കും ഒരു ഗ്യാങ് ഉണ്ടാവുമല്ലോ, ഒരു ടോപ്പിക് എടുത്തിട്ട് പരസ്പരം ചുമ്മാ സംസാരിക്കുക. മലയാളത്തിലല്ല, ഇംഗ്ലീഷിൽ സംസാരിക്കുക. ഒരുപാട് തെറ്റുകൾ വരും, വാക്കുകൾ കിട്ടത്തില്ല, ഗ്രാമർ മിസ്റ്റേക്ക് വരും, എന്നാലും കുഴപ്പമില്ല. ആൾക്കാർ കളിയാക്കും, ഒരു പ്രശ്നമില്ല. സംസാരിക്കുക. സംസാരിച്ച് മാത്രമേ സ്പീച്ച് ബെറ്റർ ആവത്തുള്ളൂ. നമ്മുടെ ക്ലാസ്സിൽ ഞാൻ തന്നെ ഒരുപാട് പിള്ളേരെ കളിയാക്കിയിട്ടുണ്ട്. എടാ, നീയൊക്കെ എന്ത് ഇംഗ്ലീഷ് ആടാ പറയാ, നീനാണ് ഇംഗ്ലീഷ് പറയുന്നത്. പക്ഷെ അവരൊക്കെ വളരെ എന്താ പറയാ, റൂറൽ ഏരിയസിൽ നിന്ന് വന്ന ആൾക്കാരാണ്. ഓക്കെ, അവർക്ക് ഇംഗ്ലീഷ് അറിയത്തില്ല, അവർ വളരെ മോശമായിരുന്നു. ഞാൻ പഠിച്ച ക്രൈസ്റ്റ് നഗർ സ്കൂളിലാണ്, ഞാൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് പഠിച്ചത്. അപ്പൊ എനിക്ക് കുറച്ച് അഹങ്കാരമൊക്കെ ഉണ്ടായിരുന്നു, ഉള്ള കാര്യം പറയാറ്. അപ്പോൾ ആ സമയത്ത് അവർ സംസാരിക്കുന്നത് ഞാൻ കളിയാക്കുമായിരുന്നു. നീ എന്താ ഇങ്ങനെ പറയാം, ഇങ്ങനല്ല ഇത് പറയേണ്ടത്. അപ്പോ അവരതൊന്നും മൈൻഡ് ചെയ്തില്ല. അവർ സംസാരിച്ചു, അവർ വീണ്ടും വാക്കുകൾ പഠിച്ചു, എഴുതിയെടുത്തു, അർത്ഥം മനസ്സിലാക്കി, അവർ തമ്മിൽ ഡിബേറ്റ് ചെയ്തു. അവരെല്ലാവരും നല്ല ടോപ്പ് കമ്പനീസിൽ ക്യാമ്പസ് പ്ലേസ്മെന്റിൽ പ്ലേസ്ഡ് ആയി. റൈറ്റ്? സോ ദിസ് ഇസ് ദ റിസൾട്ട് ദാറ്റ് ദേ ഗോട്ട്. ഞാൻ കളിയൊക്കെ അവരെ എഫക്ട് ചെയ്തോ? ഇല്ല. അവർ വളരെ സ്ട്രോങ് ആയിരുന്നു അവരുടെ ഒബ്ജക്റ്റീവില്. ഞങ്ങൾ സംസാരിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പയ്യെ ഞങ്ങളുടെ ലാംഗ്വേജ് ഇംപ്രൂവ് ആവും. ശരിയാണ് അവർ ചിന്തിച്ചത്. അവരുടെ ലാംഗ്വേജ് ഇംപ്രൂവ് ആയി, അവർക്ക് സംസാരിക്കാൻ പറ്റി, അവരുടെ ഡിബേറ്റ് ക്ലിയർ ചെയ്തു, അവർ HR റൗണ്ട് ക്ലിയർ ചെയ്തു, ടോപ്പ് കമ്പനീസിൽ TCSലും ടാറ്റ എലക്സിലും എല്ലാം പ്ലേസ്ഡ് ആയി. ഓക്കെ, സോ ഇപ്പൊ എന്തെങ്കിലും മടി നിങ്ങൾ വിചാരിക്കുന്നുണ്ട്, സംസാരിക്കാൻ ബുദ്ധിമുട്ട് ഉണ്ടെന്ന് വിചാരിക്കുന്ന എല്ലാവരും ആ ഒരു ചിന്ത പതുക്കെ മാറ്റി വെച്ചിട്ട് ഫ്രണ്ട്സ് തമ്മിൽ നിങ്ങൾ സംസാരിച്ച് തുടങ്ങുക, ഇംഗ്ലീഷിൽ തന്നെ. I'm sure that in 2 months you will definitely be a good speaker. Right? Now, you have to motivate yourself. വേറെ ആരും നമ്മളെ മോട്ടിവേറ്റ് ചെയ്തില്ലെങ്കിലും നമ്മൾ സ്വയം മോട്ടിവേറ്റ് ചെയ്യണം. ഓക്കെ, നമ്മൾ സ്വന്തം തോളിലൊരു തട്ടാ കൊടുത്തിട്ട് കൊള്ളാം മോനെ. മണിച്ചിത്ര താഴ്ന്ന സിനിമയിലെ തിലകൻ മോഹൻലാലോട് പറയുന്നുണ്ട്, കൊള്ളാം മോനെ എന്ന് പറഞ്ഞോളൂ, അല്ലെ? അപ്പൊ അതുപോലെ സ്വയം മോട്ടിവേറ്റ് ചെയ്യുക. ദാറ്റ് യെസ്, ഐ ക്യാൻ ബി എ ഗുഡ് സ്പീക്കർ, ഐ ക്യാൻ ക്ലിയർ ദിസ് ഇന്റർവ്യൂ, ഐ ക്യാൻ പെർഫോം വെൽ. റൈറ്റ്? അപ്പൊ ഇങ്ങനെ സ്വയം മോട്ടിവേറ്റ് ചെയ്യുക. കാരണം മനസ്സിന് നമ്മൾ കൊടുക്കുന്ന ആ പോസിറ്റീവ് ഫീഡാണ് നമുക്ക് നമ്മുടെ നല്ല ഔട്ട്പുട്ട് ആയിട്ട് പുറത്തു വരുന്നത്, നമ്മുടെ നല്ല പെർഫോമൻസ് ആയിട്ട് പുറത്തു വരുന്നത്. ദീസ് ആർ വെരി സിമ്പിൾ തിങ്സ്. ദിസ് ഇസ് സിമ്പിൾ ഹ്യൂമൻ സൈക്കോളജി. Motivate yourself, do self-motivation, and thereby you will increase your self-respect and your self-confidence. Okay? These are very basic things. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ദയവ് ചെയ്ത് ഈ പറഞ്ഞ കാര്യങ്ങൾ മാറ്റി വെക്കരുത്. Can somebody pronounce this word, the last statement? No? Procrastination. Great. Aradha, what's your name? I'm Kavya. Kavya. Kavya from which college?
I'm now studying in Marivanis College. Great. Thank Awesome. you, sir. And what's the meaning of procrastination? കാര്യങ്ങൾ മാറ്റി വെക്കുന്നില്ലേ? We delay things usually. Exactly. That habit of delaying things is procrastination. Very right. Thank you, sir. വെരി റൈറ്റ്. സോ ഇത് കുട്ടികളുടെ മാത്രം പ്രശ്നമല്ല, മുതിർന്നവരുടെയും പ്രശ്നമാണ്. നമ്മൾ പല കാര്യങ്ങളും കൊച്ചു കാര്യങ്ങളായിരിക്കും, പക്ഷെ നമ്മൾ നാളെ ചെയ്യാം എന്ന് പറഞ്ഞ് മാറ്റി വെച്ചുകൊണ്ടിരിക്കും. അപ്പൊ നാളെ നീളെ എന്ന് പറഞ്ഞ് വെച്ചുകൊണ്ടിരിക്കും, അല്ലേ? അപ്പൊ ഒരിക്കലും നമുക്ക് നമ്മുടെ ഒബ്ജക്റ്റീവിൽ എത്താൻ പറ്റത്തില്ല, നമ്മുടെ ഗോളിൽ എത്താൻ പറ്റത്തില്ല. അപ്പം നാളെ ചെയ്യേണ്ട കാര്യം ഇന്ന് ചെയ്യുക, ഇന്ന് ചെയ്യേണ്ട കാര്യം ഇപ്പൊ ചെയ്യുക. അതാണ് പഴമക്കാർ പറയുന്നത്, അത് വളരെ സത്യമാണ്. ഓക്കെ, ഡോണ്ട് പ്രൊക്രാസ്റ്റിനേറ്റ്, ഇപ്പൊ തന്നെ ചെയ്യുക. അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ 2 വേർഡ്സ് എടുക്കാൻ പറഞ്ഞു. നാളെ ചെയ്യാമെന്നല്ല പറയേണ്ടത്. ഈ സെഷൻ കഴിഞ്ഞ ഉടനെയാണ് നിങ്ങൾ പോവുക, ഡിക്ഷണറി എടുക്കുക, 2 പുതിയ ഇംഗ്ലീഷ് വാക്കുകൾ പഠിക്കുക, അത് വെച്ചൊരു സെന്റൻസ് ഗൂഗിളിനോട് ചോദിച്ച് മനസ്സിലാക്കുക, അത് നിങ്ങൾ സംസാരിക്കുക, മതി. ഇതെല്ലാം ചെയ്യാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു ദിവസം നിങ്ങൾ 2 വേർഡ്സ് പഠിക്കുന്നു, ഒരു മാസം കൊണ്ട് നിങ്ങൾ 60 പുതിയ വേർഡ്സ് ആണ് പഠിക്കുന്നത്. ഇന്റർവ്യൂവിന് പറ്റുന്ന പ്രശ്നം എന്താണെന്നറിയാവോ? ഈ ഗ്രൂപ്പിൽ തന്നെ ഇരിക്കുന്ന ഒരുപാട് പേരുണ്ട്, എനിക്കറിയാം. ഓക്കെ, ഇന്റർവ്യൂ ഒരു ചോദ്യം ചോദിക്കുമ്പോഴത്തേക്ക് അവർ ആദ്യം എന്താ ചിന്തിക്കുന്നത്? ആദ്യം മലയാളത്തിൽ അതിന്റെ ഉത്തരം ആലോചിക്കും, എന്നിട്ട് അതിനെ ഇംഗ്ലീഷിൽ കൺവേർട്ട് ചെയ്യാൻ നോക്കും. വാക്ക് കിട്ടത്തില്ല, റൈറ്റ്? അപ്പോ നിങ്ങൾക്ക് അതിന്റെ കറക്റ്റ് വൊക്കാബുലറി, ആ വേർഡ് അറിയാത്തത് കൊണ്ട് നിങ്ങൾക്ക് വാക്ക് കിട്ടത്തില്ല ഇംഗ്ലീഷിൽ. അതുകൊണ്ട് നിങ്ങൾ സ്റ്റക്കായി പോകും. അപ്പൊ ഇങ്ങനെ ബബബ അടിച്ചിരിക്കും. അപ്പൊ ഇങ്ങനെ ആവണോ? ഇന്റർവ്യൂ സമയത്ത് ഇങ്ങനെ ബബബ അടിക്കണോ? നോ. അതുകൊണ്ട് ഇപ്പോ തന്നെ നിങ്ങൾ ഈ ഒരു പ്രോസസ് സ്റ്റാർട്ട് ചെയ്യുക. ലേൺ ന്യൂ വേർഡ്സ്, മേക്ക് ദി സെന്റൻസ്, സ്പീക്ക് ടു യുവർ സെൽഫ്. ഒരു 2-3 മാസം കഴിയുമ്പോഴത്തെ നിങ്ങൾ എത്ര പുതിയ വേർഡ്സ് പഠിക്കും, അല്ലെ? നിങ്ങളുടെ വൊക്കാബുലറി എത്ര സ്ട്രോങ് ആവും. ദിസ് ഇസ് വെരി സിമ്പിൾ പ്രാക്ടീസ്. ചെയ്തു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്, പക്ഷെ ചെയ്യാനുള്ള മടി കാരണമാണ് ചെയ്യാത്തത്. ഓക്കെ, ചെയ്യാൻ പറ്റുമോ? ഇന്നോട്ട് ചെയ്യാൻ പറ്റുമോ? ആരും ചെയ്യില്ലേ? ചെയ്താൽ ജോലി കിട്ടും, നല്ല ജോലി കിട്ടും, റൈറ്റ്? ഓക്കെ, സോ ഈസ് രാഖി ഹിയർ? രാഖി ഇവിടെ ഉണ്ടോ? ഈ ഗ്രൂപ്പിലുണ്ടോ? ഇല്ല. Okay, fine. Let's go to the next slide. Yeah, this is something really important. Okay, see, if you are looking for a job in the IT industry, then you need to know more about the IT industry, how the IT industry is performing in the state, in the country, and globally. അത് നമുക്ക് ഒരുപാട് മാർഗങ്ങളുണ്ട്. ഗൂഗിൾ ചെയ്താൽ മതി, നമുക്ക് ഇപ്പോഴത്തെ ടെക്നോ പാർക്കിലെ കമ്പനീസിന്റെ ലിസ്റ്റ് കിട്ടും. ഓരോ കമ്പനീസും എന്തൊക്കെയാ ചെയ്യുന്നത്, എന്തൊക്കെ ഡൊമൈനിലാണ് വർക്ക് ചെയ്യുന്നത്, അല്ലേ? അവരുടെ സ്ട്രെങ്ത് എന്തൊക്കെയാണ്, പ്രോജക്ട്സ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ എന്തൊക്കെ റീസെന്റ് ഡെവലപ്മെന്റ്സ് ആണ് IT ഇൻഡസ്ട്രിയിൽ ഇന്ത്യയിൽ നടക്കുന്നത്, ഗ്ലോബലി നടക്കുന്നത്, ഇതെല്ലാം അറിയാൻ പറ്റും. എവറിത്തിങ് ഈസ് ദെയർ ഇൻ ദ ഗൂഗിൾ, റൈറ്റ്? ജസ്റ്റ് ഡു ദാറ്റ്. A very simple step. So you need to collect information on recent updates in the industry. ഇത് IT ഇൻഡസ്ട്രി. ഇതുപോലെ തന്നെ സിവിൽ ആണെങ്കിലും മെക്ക് ആണെങ്കിലും ഇലക്ട്രോണിക്സ് ആണെങ്കിലും ഇതുപോലെ ഗൂഗിൾ ചെയ്ത് മനസ്സിലാക്കുക എന്തൊക്കെയാണ് നിങ്ങളുടെ കറസ്പോണ്ടിങ് ഇൻഡസ്ട്രിയിൽ നടക്കുന്ന കാര്യങ്ങൾ. അത് മനസ്സിലാക്കി വെച്ചേക്കുക. ഇത് നമ്മൾ ഇന്റർവ്യൂ സമയത്തല്ല ചെയ്യേണ്ടത്, ഇപ്പോഴേ ചെയ്യണം. നിങ്ങൾ SM-ലായിരിക്കും മിക്കവാറും ഇന്റർവ്യൂസ് ഒക്കെ വരുന്നത്, അല്ലെങ്കിൽ SIT-ലായിരിക്കും. നിങ്ങൾ S5 തൊട്ടേ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഫസ്റ്റ് ഇയർ തൊട്ടേ തുടങ്ങുക. എന്തിനാ മാറ്റി വയ്ക്കുന്നത്, അല്ലേ? അപ്പോ എത്രത്തോളം പെട്ടെന്ന് തുടങ്ങുന്നു അത്രത്തോളം കൂടുതൽ ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ പറ്റും, അത്രത്തോളം നിങ്ങൾ ഒരു ഈസിലായിരിക്കും, കോൺഫിഡൻസും വളരെ കൂടുതലായിരിക്കും. എത്രത്തോളം നോളജ് കൂടുതലാണോ അത്രത്തോളം നമ്മുടെ കോൺഫിഡൻസ് ലെവൽ വളരെ ഹൈ ആയിരിക്കും. അതുകൊണ്ട് ഇന്റർവ്യൂ വളരെ ഈസിലി നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പൊ ടെൻഷൻ ഒന്നും ഉണ്ടാവത്തില്ല. നന്നായിട്ട് പഠിച്ച ആൾക്ക് എക്സാം സമയത്ത് ടെൻഷൻ ഉണ്ടാവേണ്ട കാര്യമുണ്ടോ? ഇല്ല, വളരെ ഈസി ആയിരിക്കും. കാരണം എല്ലാത്തിനും ആൻസർ അറിയാം, റൈറ്റ്? യു ആർ പ്രിപ്പയർഡ് റിയലി വെൽ, റൈറ്റ്? പിന്നെ ഏറ്റവും സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്, നിങ്ങൾ കോളേജിൽ പഠിച്ചിരുന്ന സീനിയേഴ്സ് ആയിട്ട് കോണ്ടാക്ട് ഉറപ്പായിട്ടും വേണം. ഓക്കെ, യു മൈറ്റ് ഹാവ് എൻ അലംനൈ ഗ്രൂപ്പ്, അല്ലെ? അവരോട് നിങ്ങൾ നിങ്ങളുടെ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക. ഇപ്പോ അവരെ ഒരു പെർട്ടിക്കുലർ കമ്പനിയിൽ വർക്ക് ചെയ്യായിരിക്കും, നിങ്ങൾക്കും ആ കമ്പനിയിൽ വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടാവും. അപ്പൊ അതിന്റെ പ്ലേസ്മെന്റ്സ് വരും, പ്ലേസ്മെന്റ് ഡ്രൈവ് വരും. അപ്പൊ നിങ്ങൾക്ക് ചോദിച്ച് മനസ്സിലാക്കാം, ഓക്കെ, എപ്പോഴാണ് നിങ്ങളുടെ പ്ലേസ്മെന്റ് ഡ്രൈവ് വരാൻ സാധ്യതയുള്ളത്, ഞാൻ എന്തൊക്കെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്, ഇപ്പം ഇൻഡസ്ട്രിയിലുള്ള ലേറ്റസ്റ്റ് ഡെവലപ്മെന്റ്സ് എന്തൊക്കെയാണ് ഞാൻ മനസ്സിലാക്കേണ്ടത്. ഇതെല്ലാം സീനിയേഴ്സിനോട് ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റും, റൈറ്റ്? പ്ലീസ് ഡു ദാറ്റ്. ഡു ഹാവ് കോൺടാക്ട് വിത്ത് യുവർ സീനിയേഴ്സ്. ക്ലിയർ? റൈറ്റ്. അതുപോലെ തന്നെ ഓരോ ജോബിലും അതിൻ്റെതായിട്ടുള്ള ഓരോ പ്രോസസ്സസ് ഉണ്ട്.
റൈറ്റ്. നമ്മൾ ഒരു ഫസ്റ്റ് സ്റ്റെപ്പിൽ തുടങ്ങി, ദെൻ അവിടെ നിന്ന് സെക്കൻഡ് സ്റ്റെപ്പ്, തേർഡ് സ്റ്റെപ്പ്, അങ്ങനെ ഓരോരോ പ്രോസസ്സ് തുടങ്ങി പോയി ഒരു എൻഡ് വരെ ഒരുപാട് പ്രോസസ്സ് ഉണ്ടാവും. അപ്പൊ ആ പ്രോസസ്സ് എന്താണെന്നുള്ളത് ഇതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ സീനിയേഴ്സിനോടോ അല്ലെങ്കിൽ ഗൂഗിൾ ചെയ്തിട്ടോ എല്ലാം മനസ്സിലാക്കാം. ഇത് എന്തുകൊണ്ടാ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം എക്സ്പെക്റ്റഡ് ആണ്. ഫ്രഷേഴ്സ് ഇതെല്ലാം അറിയണം അല്ലെങ്കിൽ അറിഞ്ഞിരിക്കണം എന്നുള്ളത് മിക്ക കമ്പനീസും എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, അധികം കമ്പനീസും ഫ്രഷേഴ്സിനെ എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല, പകരം അത്യാവശ്യം അറിവുള്ള ആൾക്കാരെയാണ് ഹയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അപ്പോ അൺഫോർച്ചുനേറ്റ്ലി അങ്ങനെ കിട്ടാതെ വരുമ്പോഴത്തേക്കാണ് ഓക്കെ ഉള്ളതിൽ ഭേദം എന്ന് വിചാരിച്ച് കുറച്ചുപേർ എടുക്കുന്നത്, അല്ലാതെ അവര് എക്സ്പേർട്സ് ആയതുകൊണ്ടല്ല. ഓക്കെ, സോ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ ഫ്രഷേഴ്സ് അല്ലാതാവുക എന്നുള്ളതാണ്. യു ഹാവ് ടു ഡു സർട്ടൻ തിങ്സ് വിച്ച് മേക്സ് യു നോട്ട് ഫ്രഷേഴ്സ് എനിമോർ. അതൊക്കെയാണ് ഈ പറയുന്നത്. ഓക്കെ, സോ അണ്ടർസ്റ്റാൻഡ് ദ പ്രോസസ്സസ് ഇൻവോൾവ് ഇൻ ഈച്ച് കൈൻഡ് ഓഫ് ജോബ്. ദെൻ ഇത് നമ്മൾ ഫ്രീക്വന്റ് ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇൻഡസ്ട്രി ഇമേർഷൻ പ്രോഗ്രാംസ്. ഇപ്പൊ നിങ്ങൾക്കൊരു പ്ലേസ്മെന്റ് ഒരു സെൽ ഉണ്ടാവും എവറി കോളേജ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ അതുമായിട്ട് ബന്ധപ്പെട്ട പ്ലേസ്മെന്റ് ക്ലബ്സ് ഉണ്ടാവും. അപ്പൊ അവര് ഒരുപാട് ഇൻഡസ്ട്രി ഇമേർഷൻ പ്രോഗ്രാംസ്, ഇൻഡസ്ട്രി കണക്ട് പ്രോഗ്രാംസ് അറേഞ്ച് ചെയ്യാറുണ്ട്. ഫോർ എക്സാമ്പിൾ എന്നെ പോലെ ഇപ്പം പല കോളേജസും എന്നെ ഇൻവൈറ്റ് ചെയ്യാറുണ്ട്. പല കോളേജസിലും കുട്ടികളുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഐ ഡു വിസിറ്റ് ദ കോളേജസ്, ഐ ഡു ഇന്ററാക്ട് വിത്ത് ദി സ്റ്റുഡൻസ് ആൻഡ് ദി TPOs. സോ നമ്മുടെ ആ ഒരു എക്സ്പീരിയൻസ്, ഇൻഡസ്ട്രി എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത്, കുട്ടികൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള ഇപ്പൊ ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം അവിടെയും പറയാറുണ്ട്. റൈറ്റ്. സോ ഇതുപോലത്തെ ഒരുപാട് ഇൻഡസ്ട്രി ഇമേർഷൻ പ്രോഗ്രാംസ് തീർച്ചയായിട്ടും ആ ഓരോരോ കോളേജിലെ സ്റ്റുഡന്റ് കോർഡിനേറ്റേഴ്സ് ആണ്, അത് സ്പെല്ലിംഗ് തെറ്റിപ്പോയതാണ്. സ്റ്റുഡന്റ് കോർഡിനേറ്റേഴ്സ്, if you want me to come to your college and talk to you, definitely I can come and talk to you. അത് എനിക്ക് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. I can definitely give lots of insights into what all things you need to do to get a good job. അപ്പൊ ഇത് സ്റ്റുഡന്റ് കോർഡിനേറ്റേഴ്സും അതുപോലെ തന്നെ ആ പ്ലേസ്മെന്റ് സെല്ലിലെ ആൾക്കാരും ചെയ്യേണ്ട കാര്യമാണ്. ഓക്കെ, പക്ഷെ ഇതുപോലത്തെ ഒരുപാട് ഇൻഡസ്ട്രി ഇമേർഷൻ പ്രോഗ്രാംസ് ഫ്രീക്വന്റ് ആയിട്ട് കോളേജിൽ നടക്കണം. അത് CEO ആവാം, CTO ആവാം, HR ആവാം, അല്ലെങ്കിൽ വേറെ ആ ഒരു ഇൻഡസ്ട്രിയായിട്ട് ബന്ധപ്പെട്ട ആരും ആവാം. ഇപ്പം ഒരു സിവിൽ എഞ്ചിനീയറിന് കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ആ ഒരു മേഖലയിലുള്ള ഏതെങ്കിലും ഒരു കമ്പനിയെ ഉള്ള ഏതെങ്കിലും ഒരു നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തിയെ ഇൻവൈറ്റ് ചെയ്ത് കോളേജിൽ വന്ന് ഒരു സ്പീച്ച് നടത്തണം. അല്ലേ? അപ്പൊ അങ്ങനെ കുട്ടികൾ ഡൗട്ട്സ് ചോദിക്കണം. ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്, കുട്ടികൾ ഡൗട്ട്സ് ചോദിക്കാറില്ല, മിണ്ടാതിരിക്കത്തേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ പറ്റത്തില്ല. സോ യു ഹാവ് ടു ആസ്ക് ഡൗട്ട്സ്. ദിസ് ഇസ് ദ ലാസ്റ്റ് ഡേ ഓഫ് ദ വേൾഡ് എന്നുള്ള രീതി വേണം നിങ്ങൾ ചോദ്യം ചോദിക്കാനായിട്ട്. അങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ച് നിങ്ങൾ അവരെ ബുദ്ധിമുട്ടിക്കണം. എന്നാലും നിങ്ങൾക്ക് അതിന്റെ ആൻസേഴ്സ് കിട്ടുള്ളൂ, എന്നാലും നോളജ് കിട്ടുള്ളൂ, എന്നാലും നല്ല ജോലി കിട്ടുള്ളൂ. റൈറ്റ്. നൗ ദിസ് ഇസ് സംതിങ് റിയലി ഇമ്പോർട്ടന്റ്. ദ ലാസ്റ്റ് തിങ്, ടേക്ക് ഇന്റേൺഷിപ്സ് വെരി സീരിയസ്ലി. ഓക്കെ, എനിക്ക് തോന്നുന്നത് എഞ്ചിനീയറിംഗ് കോളേജ് ആണെങ്കിൽ KTUവിന്റെ കീഴിലുള്ള എല്ലാ കോളേജസും ഇന്റേൺഷിപ്സ് മാൻഡേറ്ററി ആണ്. റൈറ്റ്. അപ്പൊ അത് വെറുതെ ഒരു നെയിം സേക്കിന് വേണ്ടി നമ്മൾ പോയി എവിടെയെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിന് പകരം ആ റിലവന്റ് ഇൻഡസ്ട്രി ആയിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയിൽ തന്നെ ഉറപ്പായിട്ടും ചെയ്യുക. ഓക്കെ, അങ്ങനെയാണ് നിങ്ങൾ ചെയ്യുന്നത് വിശ്വസിക്കുന്നു. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ആ ഇൻഡസ്ട്രി എന്താണെന്ന് മനസ്സിലാവത്തുള്ളൂ. നേരത്തെ പറഞ്ഞ പോലെ ഓരോ പ്രോസസ്സും എന്താണ്, ഓരോ ജോബും എങ്ങനെയാണ് നടക്കുന്നത്, അതിൽ എന്തൊക്കെയാണ് ആക്ടിവിറ്റീസ് ഉള്ളത്. റൈറ്റ്. എവറി പ്രോസസ് യു വിൽ ബി ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ്. അപ്പൊ ഇതാണ് ഇൻഡസ്ട്രിയെ മനസ്സിലാക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന നോളജ്. ഈ നോളജ് അറ്റ് ദ ടൈം ഓഫ് ഇന്റർവ്യൂ വളരെ വാല്യൂബിൾ ആണ്. റൈറ്റ്. എനി ക്വസ്റ്റ്യൻസ് ബേസ്ഡ് ഓൺ ദിസ്? സംതിങ് യു വാണ്ട് ടു ആസ്ക് മീ? എനി ക്വസ്റ്റ്യൻസ് ചോദിക്കണം. നിങ്ങൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചാലേ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ പറ്റത്തുള്ളൂ. നോ? റൈറ്റ്. This is something which I believe is very, 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 very important. Okay, so I'm ready to help any of you because we are doing lots of mock interviews. നമ്മള് കോളേജില് കുട്ടികളെ തമ്മിൽ മോക്ക് ഇന്റർവ്യൂ ചെയ്യാൻ പറയാറുണ്ട്, പക്ഷെ അത് അത്ര എഫക്റ്റീവ് അല്ല. കാരണം സംബഡി ഔട്ട്സൈഡ്, നിങ്ങൾക്ക് അറിയാത്തൊരു വ്യക്തി നിങ്ങളെ ഇന്റർവ്യൂ ചെയ്യുമ്പോഴേ നിങ്ങൾ കൂടുതൽ സീരിയസ് ആവുള്ളൂ. റൈറ്റ്. ഇപ്പൊ നമ്മുടെ വീട്ടിൽ തന്നെ നമ്മുടെ അച്ഛനും അമ്മയും പല കാര്യങ്ങളും പറയുന്നുണ്ട്, നമ്മൾ ചെയ്യാറുണ്ടോ? ഇല്ല. പക്ഷെ പുറത്തുനിന്നുള്ളൊരു വ്യക്തി പറയുമ്പോഴത്തേക്ക് നമ്മൾ ഒന്ന് ചെവി കൊടുക്കും. ഓക്കെ, ഇയാൾ എന്തോ പറയുന്നതിൽ കാര്യമുണ്ടെന്ന്. അങ്ങനെ അത് ദാറ്റ് ഇസ് നേച്ചർ, ഒരു ഹ്യൂമൻ നേച്ചറാണ്. എന്ന് പറഞ്ഞ പോലെ മോക്ക് ഇന്റർവ്യൂസ് നമ്മൾ എത്രത്തോളം ചെയ്യുന്നു അത്രത്തോളം നമുക്ക് വളരെ ഈസി ആയിട്ട് ഇന്റർവ്യൂസ് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഞാനിപ്പോ ഈ ഒരു സെഷൻ എടുത്തു, ഞാനിപ്പോ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു, പക്ഷെ ഇതെല്ലാം നിങ്ങൾക്ക് അറ്റ് ദ ടൈം ഓഫ് ഇന്റർവ്യൂ റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല.
ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ, അല്ലെ, ഒരു ഇന്റർവ്യൂവറെ പോലെ ഒരാൾ വന്ന് ഫ്രണ്ടിൽ ഇരുന്നിട്ട് നിങ്ങൾ ഒരു സ്റ്റുഡന്റ് ആയിട്ട് അവിടെ ഫ്രണ്ടിൽ പോയിരുന്ന് ഒരു മോക്ക് ഇന്റർവ്യൂ നടത്തി ഒരുപാട് പ്രാക്ടീസ് ചെയ്ത് ആ ഒരു പ്രോസസ്സിലൂടെ കടന്നു പോകുമ്പോഴത്തേക്കാണ് നിങ്ങൾ ശരിക്കും ഒരു പ്രോപ്പർ ഇന്റർവ്യൂ ഹാൻഡിൽ ചെയ്യാൻ നിങ്ങൾ പ്രാപ്തരാകുന്നത്, റൈറ്റ്? സോ ദിസ് വി ക്യാൻ ഡു എനി ടൈം. വി ആർ ഡൂയിങ് ദിസ് എവറി സാറ്റർഡേ ഓൺലൈൻ, ആൻഡ് എനിബഡി ഹു വാണ്ട്സ് ടു ജോയിൻ, ഡെഫിനറ്റ്ലി യു ക്യാൻ കോൾ ദിസ് നമ്പർ ആൻഡ് യു ക്യാൻ ജോയിൻ, റൈറ്റ്? Right now, yeah, this is something much more important, which I told earlier. Most of the companies, especially the IT companies, they want all the employees to be interacting in English and the office premises. Okay, appo adinu nerthe paranja karyam endana, vocabulary strong aakka. You need to have good grammar also, right? Because most of the companies these days, most of the employees, they have to interact with the clients, right? So clients who are interact with, obviously porthulla clients aayirikkum, overseas clients aayirikkum, you need to interact in English. So that is mandatory. Now, nerthe paranja pole professional etiquettes, enginana communicate cheyendathu, enginana mail ayekkendathu ella arnirikkanam. And once you get into the job, you have to impress your managers, right? Promotion kittanengil managers are recommend cheyanam, and that is how you can climb the corporate ladder. So English speaking lessons also you can avail from us anytime. It is possible. Every month, it is happening every month, so we can help you with that. Now coming to the technical preparation. Okay. Anybody from the mechanical engineering department in this particular session? Arengilo undo? Anyone? നീ അഥവാ ഉണ്ടെങ്കിലും ആരും കൈ പൊക്കില്ല എന്ന് എനിക്കറിയാം. സിവിൽ ഉണ്ടോ ആരെങ്കിലും? Anybody from the computer science? See, this is the problem, right? Anybody? Yeah, I can't see that. That is the problem. It would be really great if you can just respond through your mic. Did anyone raise from the mechanical side? No, sir. Okay, civil? Civil also no, sir. When you asked only computer science, many hands was raised. Okay, fine. Right. So, see, നിങ്ങൾ ഇപ്പം ബിടെക് കമ്പ്യൂട്ടർ സയൻസ് ആണ് ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ മേ ബി MCA ഓർ BCA, whatever, BSc കമ്പ്യൂട്ടർ സയൻസ്, നിങ്ങൾ ആ എൻറ്റയർ കോഴ്സിൽ നിങ്ങൾ ഒരുപാട് പേപ്പേഴ്സ് പഠിക്കുന്നുണ്ട്, അല്ലെ? ഇപ്പൊ ഒരു സെമസ്റ്ററിൽ മേ ബി നിങ്ങൾക്ക് 6-7 സബ്ജക്ട്സ് കാണുമായിരിക്കും. ഐ എം നോട്ട് ഷുവർ, ഐ എം ജസ്റ്റ് അസ്യൂമിങ്. അപ്പം ഈ എൻറ്റയർ 3 years of your degree course അല്ലെങ്കിൽ 4 years of engineering, how many papers you learn? അതിൽ at least 2 subjects, at least 2 papers, make sure that you are strong in those 2 subjects. നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമായിട്ട് തോന്നുന്ന 2 സബ്ജക്റ്റ് എങ്കിലും ഉറപ്പായിട്ടും നിങ്ങൾ പഠിച്ച് മനസ്സിലാക്കിയിരിക്കണം. കാരണം മോസ്റ്റ് ഓഫ് ദി ടെക്നിക്കൽ ക്വസ്റ്റ്യൻസ് വിൽ ബി ആസ്ക്ഡ് ഫ്രം ദാറ്റ്. അപ്പൊ നിങ്ങൾക്ക് ഓപ്ഷൻ കൊടുക്കാം, ഓക്കെ, ഇതാണ് എൻ്റെ ഒരു കംഫർട്ടബിൾ സബ്ജക്ട്. പക്ഷെ അത് കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് അതിൽ നിന്ന് ചോദിക്കുന്ന ഏതൊരു ചോദ്യത്തിനും ഉത്തരം പറയാൻ നിങ്ങൾ റെഡി ആയിരിക്കണം, റൈറ്റ്? സോ മേക്ക് ഷുവർ ദാറ്റ് 2 സബ്ജക്ട്സ് എങ്കിലും അറ്റ്ലീസ്റ്റ് നിങ്ങൾ പഠിച്ച എൻറ്റയർ കോഴ്സിൽ നിന്ന് നിങ്ങൾ സ്ട്രോങ് ആയിട്ട് മനസ്സിലാക്കിയിരിക്കണം, പഠിച്ചിട്ടിരിക്കണം. ബിക്കോസ് ഞാനാണ് CEO ആണ്, ഞാനാണ് ഇന്റർവ്യൂ എങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ ചോദിച്ചിരിക്കും, നിങ്ങളുടെ ഫേവറേറ്റ് ടോപ്പിക്കിൽ നിന്ന്, ഫേവറേറ്റ് സബ്ജക്റ്റിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഞാൻ ഉറപ്പായിട്ടും ചോദിച്ചിരിക്കും. ആൻഡ് ഐ വിൽ മേക്ക് ഷുവർ ദാറ്റ് പേഴ്സൺ നോസ് ദാറ്റ് പെർട്ടിക്കുലർ സബ്ജക്ട് റിയലി വെൽ. ഓക്കെ, ആ ഒരു ജോബിന് നിങ്ങൾ പോയിരിക്കുമ്പോഴത്തേക്ക് ആ ജോബുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ ടേംസ് ആൻഡ് ടെർമിനോളജീസ് ആണോ വരുന്നത് അതെല്ലാം നിങ്ങൾ ഗൂഗിൾ ചെയ്ത് മനസ്സിലാക്കിയിരിക്കണം. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ യു ഷുഡ് ബി ആബ്സല്യൂട്ട്ലി റെഡി ടു ആൻസർ എനി ക്വസ്റ്റ്യൻ റിലേറ്റഡ് ടു ദാറ്റ് പെർട്ടിക്കുലർ ജോബ്. ഓക്കെ, ദെൻ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്, വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു കാര്യമാണ് അക്കാഡമിക് പ്രോജക്ട്സ്. നിങ്ങൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ഒരുപാട് പ്രോജക്ട്സ് ചെയ്യാറുണ്ട്, അല്ലെ? മിനി പ്രോജക്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ മെയിൻ പ്രോജക്റ്റും ഉണ്ട്. ഈ പ്രോജക്റ്റ് നിങ്ങൾ വളരെ സീരിയസ് ആയിട്ട് ചെയ്യുക, ഒന്നാമത്തെ കാര്യം. 2, പാസ് ഔട്ടായി കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ ചെയ്ത പ്രോജക്റ്റ് വളരെ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ നിങ്ങൾക്ക് കഴിയണം അറ്റ് ദ ടൈം ഓഫ് ദ ഇന്റർവ്യൂ. ഐ ഡു ആസ്ക്, വാട്ട് ഈസ് ദി അക്കാഡമിക് പ്രോജക്ട് ദാറ്റ് യു ഹാവ് ഡൺ ഇൻ യുവർ കോളേജ്?
and I want the person to give a very clear explanation on that particular project. അത് പറയാൻ അയാൾക്ക് പറ്റുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം അയാൾ സ്വയം ചെയ്തതല്ല, റൈറ്റ്? ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ യെസ്, അയാൾ സ്വയം ചെയ്തതാണ്. അയാൾക്കൊരു പ്രോജക്റ്റ് എങ്ങനെയാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് പ്രസന്റ് ചെയ്യേണ്ടത് എന്ന് അറിയാം എന്നുള്ളത് എനിക്ക് മനസ്സിലാവും. അവിടെ മാർക്ക് വീഴും, റൈറ്റ്? So make sure that this is a very important part of your interview preparation. You prepare really well to present your academic project before the panel. This is very important. ഇത് നിങ്ങൾ ഒരു മിനിമം 3 തവണയെങ്കിലും സ്വന്തമായിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ മുമ്പിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ആരുടെയെങ്കിലും മുമ്പിൽ നിങ്ങൾ ഒന്ന് പ്രസന്റ് ചെയ്ത് ശീലിക്കുക, ഒന്നൊന്ന് പ്രാക്ടീസ് ചെയ്യുക, അറ്റ്ലീസ്റ്റ് 3 times. Okay? Then you will be able to present it in the best possible way before the panel. And they will be really impressed. കാരണം എല്ലാ കമ്പനിയും നോക്കുന്നത് ഇറസ്പെക്റ്റീവ് ഓഫ് യുവർ ബ്രാഞ്ച്, നിങ്ങൾ ചെയ്ത പ്രോജക്റ്റ് നിങ്ങൾ എത്ര ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്, ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് എത്രത്തോളം ഉണ്ട്, നിങ്ങൾക്ക് എത്ര നന്നായിട്ട് അത് പ്രസന്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, നിങ്ങൾ എത്ര നന്നായിട്ട് ആ കോൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ടുണ്ട്, എത്ര നന്നായിട്ട് നിങ്ങൾക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതെല്ലാമാണ് അവർ നോക്കുന്നത്, റൈറ്റ്? സോ ഇറ്റ്സ് ദ ബെസ്റ്റ് പ്ലാറ്റ്ഫോം ഫോർ യു ടു സ്കോർ മാർക്സ് ഇൻ എൻ ഇന്റർവ്യൂ. അതുപോലെ തന്നെ ഇൻഡസ്ട്രിയിലെ ലേറ്റസ്റ്റ് ട്രെൻഡ്സ് നിങ്ങൾ അപ്ഡേറ്റഡ് ആയിരിക്കണം. എന്തൊക്കെയാണ് ഏറ്റവും പുതിയ ടെക്നോളജീസ്, ഏറ്റവും പുതിയ സോഫ്റ്റ്വെയർസ് എന്തൊക്കെയാണ്, അത് ഏത് ഡിപ്പാർട്ട്മെന്റ് ആയാലും ശരി നിങ്ങളത് മനസ്സിലാക്കിയിരിക്കണം. നോ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അടുത്ത് എന്താണ്? ലേൺ ന്യൂ ടെക്നോളജീസ് ഫ്രം ദ ഇൻഡസ്ട്രി പീപ്പിൾ. അതാണ് നേരത്തെ HR പറഞ്ഞത്, ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ക്യാൻ നെവർ പ്രൊവൈഡ് ദി ഇൻഡസ്ട്രി എക്സ്പോഷർ. വെനെവർ യു ഗോ ഫോർ an internship, make sure that you do it seriously. You visit the companies which are related to the industry. You learn from them, right? So ഇപ്പം ഈ ഒരു സെഷനിൽ തന്നെ എനിക്ക് തോന്നുന്നു കുറച്ച് പേരുണ്ട് ഇവിടെ ഓൾറെഡി നമ്മുടെ എലീറ്റ് ബാച്ച് ഇന്റേൺഷിപ്പ് ചെയ്തവരുണ്ട്. സോ യു ഗെറ്റ് ദി ഓപ്പർച്യൂണിറ്റി ടു വർക്ക് ഇൻ എ പ്രോജക്ട് വിത്ത് 24 years experience CTO, right? So I believe all of you know what is a CTO. It is Chief Technology Officer. So അതുപോലെ ഇൻഡസ്ട്രിയെ പറ്റി നല്ല ഗ്രാഹ്യമുള്ള, എക്സ്പീരിയൻസ് ഉള്ള, അതിന്റെ കംപ്ലീറ്റ് പ്രോസസ്സ് അറിയാവുന്ന ഒരാളുടെ കീഴിൽ തന്നെ നിങ്ങൾ ഇന്റേൺഷിപ്പ് ചെയ്യാൻ ശ്രമിക്കുക. ദിസ് വിൽ റിയലി ഹെൽപ്പ് യു ഇൻ യുവർ ഇന്റർവ്യൂ. നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ആ പ്രോജക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. Now, this is something very important. The last thing, work on improving your cognitive skills. Can somebody please explain to me what is cognitive skill? Maybe Kavya, are you there? Are you still there? Yes, sir. I'm there, but I hardly have any idea about cognitive skills. But it is written here that it is relating to puzzles. So I think whenever it's the skills to solve puzzles. I'm just guessing. I have no clear idea about that. Right. Anyway, thank you. You at least try to answer. Okay. അപ്പൊ ഇതൊരു വളരെ ഇമ്പോർട്ടന്റ് കാര്യമാണ്. ഇപ്പൊ ഞാൻ കാവ്യയെ വിളിച്ചു, കാവ്യ റെസ്പോണ്ട് ചെയ്തു. ഞാൻ ഒരുപാട് വെബിനാർസിലും ഒരുപാട് സെമിനാർസിലും പലരെ ഇങ്ങനെ പോയിന്റ് ഔട്ട് ചെയ്ത് വിളിച്ചിട്ടുണ്ട്. പക്ഷെ ആരും മാത്രമൊന്നും സംസാരിച്ചിട്ടില്ല. റൈറ്റ്? സോ കാവ്യ, ഐ റിയലി ലൈക്ക് യുവർ റെസ്പോൺസ്. സി, അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറയാനുള്ള ധൈര്യം ഉണ്ടാവണം. ദാറ്റ് ഇസ് ദ ഫസ്റ്റ് തിങ്. ഓക്കെ, നമ്മൾ ഒരിക്കലും മിണ്ടാതിരിക്കരുത്. ബിക്കോസ് സംബഡി ഈസ് ആസ്കിങ് യു എ ക്വസ്റ്റ്യൻ. സോ ഇഫ് യു ഡോണ്ട് റെസ്പോണ്ട്, യു ആർ ഷോയിങ് എ ഡിസ്റെസ്പെക്ട്, right, which the person won't like, especially in an interview. അപ്പം ഒരു കാര്യം നമുക്ക് അറിയില്ലെങ്കിൽ അത് വളരെ വ്യക്തമായിട്ട് പറയാ, സർ ഓർ മാഡം, ദിസ് ഇസ് നോട്ട് സംതിങ് വിച്ച് ഐ റിയലി നോ, ഐ എം നോട്ട് ഷുവർ അബൌട്ട് ഇറ്റ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എപ്പോഴും പറയാം, ഐ എം നോട്ട് ഷുവർ അബൌട്ട് ഇറ്റ്, ബട്ട് ലെറ്റ് മീ ഗസ്. അങ്ങനെ പറയാം. ഓക്കെ, ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഒരു കാര്യം അറിയില്ലെങ്കിൽ ഇങ്ങനെയാണ് നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുന്നത്. ഐ എം നോട്ട് ഷുവർ അബൌട്ട് ഇറ്റ്, ബട്ട് ലെറ്റ് മീ ഗസ്. ഞാൻ ഒന്ന് ആലോചിച്ച് നോക്കട്ടെ. ബട്ട് ദാറ്റ് മീൻസ് നിങ്ങൾ ശ്രമിച്ചു നോക്കുകയാണ്, നിങ്ങൾ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ്. അറിയില്ലെങ്കിലും നിങ്ങളുടെ സ്വന്തം ആ ഒരു തിങ്കിങ് സ്കിൽസ് ഉപയോഗിച്ച് നിങ്ങൾ പറയാൻ ശ്രമിക്കുകയാണ്. റൈറ്റ്? അവിടെ മാർക്ക് വീഴും. ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. Now, you said that it is something related to puzzles. Okay, puzzles ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്, അല്ലെങ്കിൽ ഒരു മാർഗം പറഞ്ഞതാണ്, ഒരു മെത്തേഡ് പറഞ്ഞതാണ്. കോഗ്നിറ്റീവ് സ്കിൽസ് എന്ന് പറയുന്നത് നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കുക. അത് ബേസിക്കലി ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ദ ബ്രെയിൻ, അല്ലെങ്കിൽ നമ്മുടെ തിങ്കിങ് കപ്പാസിറ്റി ആയിട്ട് ബന്ധപ്പെട്ട സ്കില്ലാണ്. നമ്മൾ ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറയാറില്ലേ, അല്ലേ? നമ്മളിപ്പം ഒരു സാഹചര്യത്തിൽ നമ്മളെ കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ബിഹേവ് ചെയ്യും, നമ്മൾ എങ്ങനെ തീരുമാനങ്ങൾ എടുക്കും, നമ്മൾ എങ്ങനെ ചിന്തിക്കും, ഇതൊക്കെയാണ് കോഗ്നിറ്റീവ് സ്കിൽസിനകത്ത് വരുന്നത്. അറ്റൻഷൻ എന്ന് പറയുന്നത് കോഗ്നിറ്റീവ് സ്കിൽസിനകത്ത് വരുന്നതാണ്, അല്ലെ? ഒരു കാര്യം പറയുമ്പോഴത്തേക്ക് അതിനോട് വളരെ അറ്റൻഷനോട് കൂടി കേട്ടിരിക്കുക, ലിസൺ ചെയ്യുക, കാര്യങ്ങൾ മനസ്സിലാക്കുക, എന്നിട്ട് ആ ഒരു പ്രോബ്ലം മനസ്സിലാക്കുക, അതിന്റെ സൊല്യൂഷൻ കണ്ടെത്തുക, ഇതെല്ലാം പ്രോബ്ലം സോൾവിങ് സ്കിൽസ്, ഇതെല്ലാം കോഗ്നിറ്റീവ് സ്കിൽസ് ആണ്. ക്ലിയർ? സോ നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ,
ആ ചിന്തയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കോഗ്നിറ്റീവ് സ്കിൽസ്. എത്രത്തോളം നന്നായിട്ട് ഡീപ്പായിട്ട് ചിന്തിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി തീരുമാനങ്ങൾ എടുക്കാനും പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻസ് കണ്ടെത്താനും പറ്റും. അതാണ് കോഗ്നിറ്റീവ് സ്കിൽസ്. ഒബ്വിയസ്ലി എന്താണ് അതിനെ സഹായിക്കുക? പസിൽസ്, റൈറ്റ്? അപ്പോ ഇതിന്റെ ഏറ്റവും എളുപ്പമുള്ള വഴി എന്ന് പറഞ്ഞു, നേരത്തെ ഞാൻ പറഞ്ഞു ഇംഗ്ലീഷ് ലാംഗ്വേജ് പഠിക്കണമെങ്കിൽ ഡെയിലി 2 വാക്ക് പഠിക്കാൻ പറഞ്ഞു. ശരി, അതുപോലെ തന്നെ നിങ്ങളുടെ തിങ്കിങ് സ്കിൽസ്. കാരണം ഇപ്പൊ ഒരുപാട് ഇന്റർവ്യൂസിൽ പല കമ്പനീസും കോഗ്നിറ്റീവ് സ്കിൽസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എന്താ കാര്യം? നന്നായിട്ട് ചിന്തിക്കാൻ പറ്റുന്ന പ്രോബ്ലം സോൾവിംഗ് എബിലിറ്റി ഉള്ള ആൾക്കാരെയാണ് എല്ലാ കമ്പനീസും ഹയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, നോക്കുന്നത്, റൈറ്റ്? അതുകൊണ്ട് തന്നെ അവരുടെ ഇന്റർവ്യൂ പ്രോസസ്സിൽ അവർ പസിൽസ് ഒരുപാട് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ there are so many sites, there are so many websites which gives you puzzles for freshers interviews. അത് സ്പെസിഫിക് ആയിട്ട് IT ഇന്റർവ്യൂ ഉണ്ട്, സിവിൽ എഞ്ചിനീയറിംഗ് ഇന്റർവ്യൂ ഉണ്ട്, അല്ലെങ്കിൽ ഇലക്ട്രോണിക്സിനുള്ള സ്പെസിഫിക് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അത് നിങ്ങൾ ഫോർ എക്സാമ്പിൾ interviewbit.com എന്നൊരു സൈറ്റ് ഉണ്ട്, interviewbit.com. അതിൽ ഇഷ്ടംപോലെ പസിൽസ് ഉണ്ട്. അപ്പൊ ഇത് ഒരുപാട് നമ്മൾ ഡെയിലി ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ബ്രെയിൻ ട്യൂൺഡ് ആവും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്റർവ്യൂ സമയത്ത് ഒരു പസിൽ തന്നിട്ട് ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റും, നമ്മൾ ബ്ലാങ്ക് ആയി പോകും. ഇറ്റ് വിൽ ടേക്ക് സോ മച്ച് ടൈം. പക്ഷെ നമ്മൾ ഇത് യൂസ് ടു ആണ്, നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യമാണ്. അപ്പൊ നമുക്ക് വളരെ ഈസി ആയിരിക്കും. ചിലപ്പോൾ ഒരു പക്ഷെ നമ്മൾ നേരത്തെ ചെയ്ത പസിൽ തന്നെ ആയിരിക്കും, അപ്പൊ നമുക്ക് ടപ്പന് ചെയ്യാൻ പറ്റും, റൈറ്റ്? സോ ദിസ് ഇസ് എ വെരി സിമ്പിൾ തിങ് വിച്ച് സ്റ്റുഡൻസ് ഡോണ്ട് ഗീവ് മച്ച് ഇമ്പോർട്ടൻസ്. പക്ഷേ ദിസ് ഈസ് റിയലി ഇമ്പോർട്ടൻറ്റ്. ദിസ് വിൽ ഹെൽപ്പ് യു എ ലോട്ട്. If you can solve puzzles on a daily basis, and if you can find the answers to it on your own without checking the internet, your brain will develop, really develop, and your thinking will be super fast, right? അപ്പൊ വളരെ ഫാസ്റ്റ് ആയിട്ട് ലേൺ ചെയ്യുന്ന, വളരെ ഫാസ്റ്റ് ആയിട്ട് തിങ്ക് ചെയ്യുന്ന, വളരെ ഫാസ്റ്റ് ആയിട്ട് റിപ്ലൈ തരാൻ പറ്റുന്ന, വളരെ ഫാസ്റ്റ് ആയിട്ട് സൊല്യൂഷൻ തരാൻ പറ്റുന്ന ആൾക്കാരെയാണ് കമ്പനീസ് ഹയർ ചെയ്യാൻ നോക്കുന്നത്. അപ്പം ഇതെല്ലാം വളരെ സിമ്പിൾ കാര്യങ്ങളാണ്. ഡെയിലി ബേസിസിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് വീക്ക്ലി ബേസിസ് എങ്കിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ, യുവർ ഇന്റർവ്യൂ വിൽ ബി സോ ഈസി. യു വിൽ എൻജോയ് ദ ഇന്റർവ്യൂ പ്രോസസ്. സാറേ ചോദിച്ചോ, ഞാൻ ഇപ്പൊ പറയാം എന്ന മട്ടിൽ നിങ്ങൾ ഇരിക്കും, റൈറ്റ്? I'm trying to make things very simple for you. Now, coming to the next slide. Yeah, you need to know the employer, the company, and the job. നമ്മൾ തീർച്ചയായിട്ടും ഒരു ഒന്നുകിൽ ക്യാമ്പസ് ഡ്രൈവ് ആയിരിക്കാം, അല്ലെ? നമ്മൾ പഠിക്കുന്ന ക്യാമ്പസിൽ തന്നെ, കോളേജ് ക്യാമ്പസിൽ തന്നെ കമ്പനീസ് വരാം, പ്ലേസ്മെന്റ് ഡ്രൈവ് ഉണ്ടാവും. അല്ലെങ്കിൽ ഓഫ് ക്യാമ്പസ് ആയിരിക്കും, നമ്മൾ പുറത്ത് എവിടെയെങ്കിലും പോയി ആ കമ്പനിയിൽ പോയോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഹോട്ടലിലോ വേറെ ഏതെങ്കിലും ഒരു വെന്യൂലായിരിക്കും ഇന്റർവ്യൂ നടക്കുന്നത്. എന്ത് വേണമെങ്കിലും സംഭവിക്കാം. അല്ലെങ്കിൽ ഓൺലൈൻ ഇന്റർവ്യൂ ആയിരിക്കും, അല്ലെ? വാട്ട് എവർ ബി ദി പ്ലാറ്റ്ഫോം, ദി മോഡ് ഓഫ് ദി ഇന്റർവ്യൂ, യു നീഡ് ടു നോ ദ എംപ്ലോയർ. നമുക്കറിയാം, ഓക്കെ, ഇതാണ് കമ്പനി, ഇന്ന ദിവസമാണ് ഇന്റർവ്യൂ, ഇന്ന സമയത്താണ് ഇന്റർവ്യൂ. എന്താ നമ്മൾ ചെയ്യേണ്ടത്? വി ഷുഡ് കളക്ട് ഓൾ പോസിബിൾ ഇൻഫർമേഷൻ അബൌട്ട് പർട്ടിക്കുലർ കമ്പനി. വെബ്സൈറ്റ് ഉണ്ടോ എന്ന് നോക്കുക. ആ വെബ്സൈറ്റ് നോക്കി ആ കമ്പനിയെ പറ്റി ഓരോ കാര്യങ്ങളും അരച്ച് കലക്കി മനസ്സിലാക്കുക. ഓക്കെ, you can visit the website, or you can look into LinkedIn. You can also talk to your seniors, or you can find some other sources. നിങ്ങൾക്ക് ചിലപ്പം വേറെ എന്തെങ്കിലും ഐഡിയ ഉണ്ടാവും. അത് നോക്കി നിങ്ങൾ ആ കമ്പനിയെ പറ്റി കൂടുതൽ ഇൻഫർമേഷൻ കളക്ട് ചെയ്യുക. എത്ര വർഷമായി കമ്പനി ഫോം ചെയ്തിട്ട്, അവരെന്തൊക്കെയാണ് ചെയ്യുന്നത്, അവരുടെ മോഡ് ഓഫ് ഓപ്പറേഷൻ, ഐ മീൻ അവരുടെ ബിസിനസ് ഓപ്പറേഷൻസ് എന്തൊക്കെയാണ്, നേച്ചർ ഓഫ് ബിസിനസ് എന്താണ്, എനിക്ക് പറ്റിയ കമ്പനിയാണോ, എനിക്ക് പറ്റിയ ജോബ് റോൾ ഉണ്ടോ അവിടെ. അപ്പൊ നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ജോബ് റോൾ ഉണ്ടെങ്കിൽ മാത്രമേ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, അപ്പൊ ചിലർ പറയുന്ന എക്സ്പീരിയൻസിന് വേണ്ടി പോയി നോക്കാം, ഫൈൻ, ദാറ്റ്സ് ഓക്കെ. കാരണം ഇന്റർവ്യൂ എന്ന് പറയുന്നത് പല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അപ്പൊ നമുക്ക് ആ ഒരു എന്താണ്, കുറെ ഇന്റർവ്യൂസ് നമ്മൾ അറ്റൻഡ് ചെയ്യുമ്പോഴത്തേക്ക് നാച്ചുറലി നമ്മുടെ ടെൻഷനൊക്കെ പോയി കിട്ടും. ശരിയാണ്. അങ്ങനെ വെറുതെ ഒരു ഇന്റർവ്യൂവിന്റെ എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടി നമുക്ക് വേണമെങ്കിൽ പോയി ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാം. ദാറ്റ് ഇസ് ട്രൂ. ആൻഡ് ഓഫ് കോഴ്സ് നിങ്ങൾ അതിനു മുമ്പ് ചെയ്യേണ്ട ഒരു കാര്യങ്ങൾ കുറച്ചും കൂടെ നിങ്ങൾക്ക് ഈസി ആക്കാൻ പറ്റുന്ന ഒരു രീതി എന്ന് പറയുന്നത് നല്ല ഒരു ലിങ്ക്ഡിൻ പ്രൊഫൈൽ നിങ്ങൾ ബിൽഡ് ചെയ്യുക, അല്ലെ? ലിങ്ക്ഡിൻ എന്ന് പറയുന്നത് നമുക്ക് അവിടെ ഒരുപാട് നല്ലൊരു കമ്മ്യൂണിറ്റി ഉണ്ട്. പല പല ജോബ്, പല പല ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാരുണ്ട് അവിടെ, പല പല സെക്ടേഴ്സിലുള്ള ടോപ്പ് ഒഫീഷ്യൽസ് ഉണ്ട്, പല പല ലെവലിലുള്ള ആൾക്കാരുണ്ട്, പല പല പൊസിഷൻസിലുള്ള ആൾക്കാരുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ നല്ലൊരു ലിങ്ക്ഡിൻ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത്, നല്ല ഇംപ്രസീവ് ആയിട്ടുള്ള ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത്, കണക്ഷൻസ് എസ്റ്റാബ്ലിഷ് ചെയ്ത്, ഇപ്പൊ എനിക്ക് തന്നെ ഒരുപാട് റിക്വസ്റ്റ് വരാറുണ്ട് ഒരുപാട് സ്റ്റുഡൻസിന്റെ കയ്യിൽ നിന്ന്. അപ്പൊ അത് നല്ല കാര്യമാണ്. അപ്പം ഒരു ഇന്റർവ്യൂവർ നോക്കുമ്പോഴത്തേക്ക്, ഒരു എംപ്ലോയർ നോക്കുമ്പോഴത്തേക്ക്, കൊള്ളാമല്ലോ, ഇയാളുടെ ലിങ്ക്ഡിൻ പ്രൊഫൈൽ കൊള്ളാമല്ലോ, ഇയാൾക്ക് ഇത്ര സിഇഒസുമായിട്ട് കണക്ട് ഉണ്ട്, ഇത്ര CTOമായിട്ട് കണക്ട് ഉണ്ട്, ഇത്ര HR-ഉമായിട്ട് കണക്ട് ഉണ്ട്. അപ്പം ഹി വിൽ ബി ഇംപ്രസ്ഡ്, ഹി ഓർ ഷീ വിൽ ബി ഇംപ്രസ്ഡ്, റൈറ്റ്? അത് നിങ്ങൾ ഉറപ്പായിട്ടും ചെയ്യണം. നിങ്ങളുടെ നല്ലൊരു ലിങ്ക്ഡിൻ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക,
എല്ലാവരുമായിട്ടും കണക്ട് ചെയ്യുക ആൻഡ് നല്ലൊരു നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ നോക്കുന്ന ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പോസ്റ്റ് ഒക്കെ ഇടാം. അതുപോലെ തന്നെ മറ്റ് നിങ്ങളുടെ കണക്ഷൻസ് ഇടുന്ന പോസ്റ്റ് നിങ്ങൾക്ക് റിയാക്ട് ചെയ്യാം, റെസ്പോണ്ട് ചെയ്യാം. ഇതെല്ലാം നല്ല കാര്യങ്ങളാണ്. നിങ്ങളെ ഭാവിയിൽ നിങ്ങൾക്ക് നല്ലൊരു ജോലി കിട്ടാൻ സഹായമായിരിക്കും. കാരണം ആ വ്യക്തിക്ക് നിങ്ങളെ അറിയാം, അയാളുടെ നെറ്റ്വർക്കിൽ നിങ്ങളുണ്ട് അല്ലെ. ഇപ്പൊ ഞാനൊരു CEO ആണ്. ഇപ്പൊ ഞാൻ നോക്കുമ്പോഴത്തേക്ക് ഒരു സ്റ്റുഡന്റ് ജോബിന് അപ്ലൈ ചെയ്യുന്നു, ഞാൻ ലിങ്ക്ഡിൻ സെർച്ച് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് എന്റെ കണക്ഷൻ ആണ്. അപ്പൊ എനിക്ക് അയാളെ നേരത്തെ അറിയാം, ചാറ്റ് ചെയ്തിട്ടുണ്ട്. സോ അതൊരു നല്ലൊരു കാര്യമാണ്. യു വിൽ ഗെറ്റ് എ മോർ ചാൻസ്. യു സ്റ്റാൻഡ് having a edge over some other who doesn't have a connection with me, right? പിന്നെ പറഞ്ഞ പോലെ ഓരോ ജോബിനും ഒരു ജോബ് ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവും. എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ട ജോലികൾ, നിങ്ങളുടെ ജോബ് റെസ്പോൺസിബിലിറ്റീസ്, റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്. അപ്പൊ ഇതെല്ലാം നേരത്തെ നോക്കി മനസ്സിലാക്കിയിട്ട് എനിക്ക് പറ്റുന്ന ജോലിയാണോ എന്നുള്ളത് നേരത്തെ മനസ്സിലാക്കുക അല്ലെ. എന്നാൽ മാത്രമേ നമുക്ക് ആ രീതിയിൽ എൻജോയ് ചെയ്ത് ആ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമുക്ക് ഫിറ്റ് ചെയ്യാത്ത റോളാണെങ്കിൽ ജസ്റ്റ് എക്സ്പീരിയൻസിന് വേണ്ടി മാത്രം നമുക്കത് attend ചെയ്യാം. Okay, so I hope you do all these things and yeah, I think I have one more slide. അപ്പോൾ ഈ ഒരു ഇന്റർവ്യൂവിന്റെ കാര്യങ്ങൾ എന്ന് പറയുന്നത് വളരെ ബ്രോഡ് ഒരു കാര്യമാണ്. ഇത് ഒറ്റ സെഷനിൽ തീർക്കാൻ പറ്റത്തില്ല. സോ I thought of making this a very small session. I think we will finish by 9 o'clock. But ഇതിന്റെ ഒരു സെക്കൻഡ് പാർട്ടോട് ഉണ്ടാവും, വേർ ഐ വിൽ സ്പെസിഫിക്കലി സേ ഓൺ ഹൗ ടു പ്രിപ്പയർ ഈച്ച് ആൻഡ് എവറിത്തിങ്. കുറച്ചുകൂടി ഡീപ്പായിട്ട് ഞാൻ പോകും. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഒരു ബ്രോഡ് ഐഡിയ ആണ് കിട്ടിയത്. ഓക്കെ, ഇതൊക്കെയാണ് ചെയ്യേണ്ടത്. ഇനി ഓരോന്നും ഇൻഡെപ്ത് ആയിട്ട് പോയിട്ട് വി വിൽ ഹാവ് വൺ മോർ സെഷൻ സം ഫ്രൈഡേ. ഇത് ആക്ച്വലി ഒരു ഫ്രൈഡേ ചാറ്റാണ് ഉദ്ദേശിച്ചത്. ലാസ്റ്റ് ഫ്രൈഡേ ചെയ്യാൻ പറ്റിയില്ല, സോ വി ഡിഡ് ഇറ്റ് ടുഡേ. ബട്ട് ഐ വോണ്ട് മോർ ഇന്ററാക്ഷൻ ഫ്രം യു, റൈറ്റ്? കാരണം ഒരു മോക്ക് ഇന്റർവ്യൂ, ഒരു ലൈവ് ഒരു സെഷൻ ചെയ്ത് കാണിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരു ഡെമോ സെഷൻ ചെയ്ത് കാണിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. സോ ഐ നീഡ് യുവർ കോപ്പറേഷൻ ഓൾസോ. അത് കാണുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും എങ്ങനെയാണ് ഇന്റർവ്യൂർ ചോദിക്കുന്നത്, എങ്ങനെയാണ് ഒരു സ്റ്റുഡന്റ് റിപ്ലൈ ചെയ്യുന്നത്. ദാറ്റ് വിൽ ബി വെരി ക്ലിയർ ടു യു വെൻ ഐ ഗിവ് യുവർ ഡെമോ സെഷൻ. ഓക്കെ, ദാറ്റ് ഐ വിൽ ഡു ഇൻ ദി നെക്സ്റ്റ് സെഷൻ. അപ്പോൾ ഡോണ്ട് മിസ് ദാറ്റ് സെഷൻ. ഐ വിൽ ലെറ്റ് യു നോ വെൻ ഇസ് ദ ഡേറ്റ് ആൻഡ് ദ ടൈം. ഓക്കെ, നൗ സി, ഈ ഒരു ലാസ്റ്റ് സ്ലൈഡ് ഞാൻ പറഞ്ഞിരിക്കുന്നത്, ഇപ്പൊ ഞാൻ പറഞ്ഞു ഇൻഡസ്ട്രിയെ പറ്റി അറിയണം, കമ്പനിയെ പറ്റി അറിയണം, ജോബിനെ പറ്റി അറിയണം, ഇതെല്ലാം പറഞ്ഞു. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയാവോ? നിങ്ങളെ തന്നെ അറിയണം എന്നുള്ളതാണ്. നോ ദൈ സെൽഫ്. ദൈ സെൽഫ് എന്ന് പറഞ്ഞാൽ നമ്മളെ തന്നെ അറിയാം. ഓക്കെ, നോ ദൈ സെൽഫ്, നോ യുവർ സെൽഫ്. എന്തിനു വേണ്ടിയാണ്? ടു ഗിവ് ദ ബെസ്റ്റ് ഇൻട്രൊഡക്ഷൻ. ഏതൊരു ഇന്റർവ്യൂവിലും ഇന്റർവ്യൂർ ആദ്യം ചോദിക്കുന്ന ചോദ്യം എന്താണ്? ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്. ശരിയല്ലേ? അപ്പോ ദാറ്റ് ഈസ് ദ പ്ലേസ് ഓർ ദാറ്റ് ഈസ് ദ time when you can create the best and the first impression, the first and the best impression. If you have the best impression in the first chance itself, then your chances of clearing the interview is 10 times or many-fold. Okay, so ഈ ഒരു പാർട്ട് നിങ്ങൾ എത്ര നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുന്നു അത്രത്തോളം നിങ്ങളുടെ ജോലി കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ചില ആൾക്കാർക്ക് ടെക്നിക്കലി നോളജ് കുറവായിരിക്കും, പക്ഷേ അവർക്ക് നന്നായിട്ട് പ്രസന്റ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ടാവും. അപ്പൊ നിങ്ങൾ സ്വയം മനസ്സിലാക്കുക. ഡു ആൻ ഇൻട്രോസ്പെക്ഷൻ. ക്യാൻ സംബഡി ടെൽ മീ വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ഇൻട്രോസ്പെക്ഷൻ? ആരെങ്കിലും? കാവ്യത്തിന് വിളിക്കേണ്ടി ആരാണ്? അമിതാണല്ലേ? ശരി ശരി, ഓക്കെ. നമ്മൾ തന്നെ വിലയിരുത്തുക. ഇൻട്രോസ്പെക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ സ്വയം നമ്മുടെ ആക്ടിവിറ്റീസ് എല്ലാം, നമ്മുടെ ആ ഒരു മെന്റലി ഉള്ള നമ്മുടെ കംപ്ലീറ്റ് കാര്യങ്ങൾ, നമ്മളിപ്പോ ഇന്ന് കുറെ കാര്യങ്ങൾ ചെയ്തു അല്ലെ? അപ്പൊ അതെല്ലാം ഒന്നൊന്ന് തിരിഞ്ഞു നോക്കി നമ്മുടെ എന്തൊക്കെയാണ് ചെയ്തത്, ഒരു ഇൻട്രോസ്പെക്ഷൻ നടത്തിയിട്ട് നമ്മുടെ ഇൻട്രസ്റ്റ് എന്തൊക്കെയാണ് അല്ലെ? ഇപ്പൊ നമുക്ക് ഇത്രയും വയസ്സായി, മിക്കവാറും ഒരു കോഴ്സ് പഠിച്ചു കഴിഞ്ഞ ഒരു കുട്ടി ഇന്റർവ്യൂവിന് പോകുമ്പോഴത്തേക്ക് ഒരു 21 22 വയസ്സൊക്കെ ആയിരിക്കും അല്ലെ? ബിടെക് ആണെങ്കിലും ഡിഗ്രി ആണെങ്കിലും അല്ലെ, ഏതാണ്ട് ആ പ്രായമായിരിക്കും. അപ്പൊ ഇത്രയും വർഷം നമ്മൾ ഈ ലോകത്ത് ജീവിച്ചു. അതിൽ മിക്കവാറും ഒരു 5 വയസ്സ് തൊട്ട് ഒരു 21 വയസ്സ് വരെയുള്ള കാര്യമായിരിക്കും ഓർമ്മ ഉണ്ടാവുക. അപ്പം നമുക്കറിയാം, നമ്മൾ സ്വയം അറിയാം, ഓക്കെ എന്റെ ഇൻട്രസ്റ്റ് എന്തൊക്കെയാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പം എഞ്ചിനീയറിംഗ് പഠിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ IT ജോബാണ് നോക്കുന്നതെങ്കിൽ അയാൾ ചിലപ്പോൾ സ്വയം തിരിച്ചറിഞ്ഞ് കാണും, ഓക്കെ ഞാൻ UI UX ആണ് എന്റെ ഇൻട്രസ്റ്റ്, ഒരു ഫ്രണ്ട് എൻഡ് ടെക്നോളജി ആണ് എന്റെ ഇൻട്രസ്റ്റ്, എനിക്ക് ഈ ജാവയോ അല്ലെങ്കിൽ പൈത്തണോ അല്ല താല്പര്യം, എനിക്ക് വേറൊരു
ഡിഫറെന്റ് ഒരു ഡിസൈനിങ് ഒരു ആസ്പെക്റ്റിലാണ് എനിക്ക് താല്പര്യം. അങ്ങനെ നിങ്ങൾ റിയലൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ടൈപ്പ് ജോബേ നോക്കാൻ പാടുള്ളൂ. കാരണം യു ഷുഡ് സെർച്ച് ഫോർ എ ജോബ് ഇൻ വിച്ച് യു ഹാവ് യുവർ സ്ട്രെങ്ത്. നിങ്ങളുടെ വീക്ക്നെസ് എവിടെയാണോ ആ ജോബ് അല്ല നിങ്ങൾ നോക്കേണ്ടത്. എന്തെങ്കിലും ജോലി നോക്കാം, നോ. യു ഷുഡ് ഹാവ് എ വെരി ക്ലിയർ കരിയർ ഒബ്ജക്റ്റീവ്. നിങ്ങൾ ഫൈനൽ ഇയർ ആയിരിക്കുമ്പോഴേക്ക് തന്നെ നിങ്ങൾ സ്വയം ഇൻട്രോസ്പെക്ട് ചെയ്ത് നിങ്ങളുടെ ആക്ടിവിറ്റീസ് നിങ്ങൾ നോക്കിയിട്ട് നിങ്ങളുടെ താല്പര്യങ്ങൾ സ്വയം മനസ്സിലാക്കിയിട്ട് എന്താണ് നിങ്ങളുടെ സ്ട്രെങ്ത്, അവിടെ മാത്രം നിങ്ങൾ ജോബ് നോക്കുക. ഒരിക്കലും നിങ്ങളുടെ വീക്ക്നെസ്സിൽ നിങ്ങൾ ജോലി നോക്കരുത്. ഓക്കെ, സോ അണ്ടർസ്റ്റാൻഡ് യുവർ സ്ട്രെങ്ത്, അണ്ടർസ്റ്റാൻഡ് യുവർ വീക്ക്നെസ് ആൻഡ് മേക്ക് ഷുവർ ദാറ്റ് യു search for a job in which you are strong. Clear? Identify your USP. What is this USP? See, getting a job is all about marketing yourself. ഈ ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ലിങ്ക്ഡിനിലുള്ള നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ സ്വയം മാർക്കറ്റ് ചെയ്യാണ്, അല്ലെ? നമ്മൾ നമ്മുടെ വ്യക്തിത്വത്തെ വേറൊരാളുടെ മുമ്പിൽ നമ്മൾ കാണിക്കുകയാണ്. ഓക്കെ, ഇതാണ് ഞാൻ, അല്ലെ? നമ്മുടെ താല്പര്യങ്ങളും നമ്മുടെ ഫുഡ് ആവാം, നമ്മുടെ ട്രാവൽ ചെയ്യുമ്പോഴത്തേക്ക് നമുക്കറിയാം നമ്മുടെ ഫേവറേറ്റ് ഡെസ്റ്റിനേഷൻസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ നമ്മൾ ലൈക്ക് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്. മ്യൂസിക് ഇഷ്ടപ്പെടുന്ന ആളാണോ, അല്ലെങ്കിൽ മൂവി ഇഷ്ടപ്പെടുന്ന ആളാണോ, അല്ലെങ്കിൽ എഴുതാൻ ഇഷ്ടപ്പെടുന്ന ആളാണോ? ഇതെല്ലാം നമ്മുടെ ആ ഒരു പോസ്റ്റുകൾ കാണുമ്പോഴത്തേക്ക് നമുക്ക് പലപ്പോഴും മനസ്സിലാവും, അല്ലെ? ഒരു മറ്റൊരു വ്യക്തിയുടെ പോസ്റ്റ് കാണുമ്പോഴത്തേക്ക് നമുക്ക് ആ വ്യക്തിയെ അസസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇയാളുടെ താല്പര്യങ്ങൾ ഇതൊക്കെയാണ്, ഇയാളുടെ സ്ട്രെങ്ത് ഇതൊക്കെയാണ്, അല്ലെ? അപ്പൊ നമ്മൾ ഈ ഒരു സോഷ്യൽ മീഡിയ വഴി നമ്മൾ സ്വയം മാർക്കറ്റ് ചെയ്യുകയാണ്. എസ്പെഷ്യലി ലിങ്ക്ഡിൻ നോക്കിക്കഴിഞ്ഞാൽ ഓരോരുത്തരുടെയും പ്രൊഫൈൽ കഴിഞ്ഞാൽ ഓക്കെ ഞാൻ അത് ചെയ്തു, ഞാൻ ഇത് ചെയ്തു, എന്റെ സർട്ടിഫിക്കേഷൻ ഇതാണ്, സംഭവം എല്ലാം അവർ എക്സിബിറ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെ? അപ്പൊ അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇയാള് ഇന്ന ഫീൽഡിൽ എക്സ്പേർട്ട് ആണ്, ഇയാൾക്ക് ഇത്ര സർട്ടിഫിക്കേഷൻ ഉണ്ട്, അല്ലെ? ഇയാൾക്ക് ഇന്ന കഴിവുകളുണ്ട്, ഇത്ര എക്സ്പീരിയൻസ് ഉണ്ട്, റൈറ്റ്? സോ എവറിബഡി ഈസ് മാർക്കറ്റിംഗ് ഹിംസെൽഫ് ഓർ ഹെർസെൽഫ്. അത് തന്നെയാണ് നിങ്ങളും ചെയ്യേണ്ടത്. നിങ്ങൾ നിങ്ങളുടെ യുണീക്ക് സെല്ലിംഗ് പ്രൊപ്പോസിഷൻ USP കണ്ടെത്തുക. നിങ്ങളുടെ ഏറ്റവും വലിയ കഴിവ് എന്താണ്? നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ വീക്ക്നെസ്സിനെ പറ്റി ആലോചിച്ച് നിങ്ങൾ വിഷമിക്കുകയല്ല ചെയ്യേണ്ടത്. പകരം നിങ്ങളുടെ സ്ട്രെങ്ത്തിനെ പറ്റി നിങ്ങൾ മനസ്സിലാക്കി അത് കൂടുതൽ സ്ട്രെങ്തൻ ചെയ്യാനുള്ള വഴികൾ നോക്കുക. ക്ലിയർ? അപ്പൊ അതിന് നിങ്ങൾ തീർച്ചയായിട്ടും ചിലപ്പോൾ എക്സ്ട്രാ കോഴ്സസ് പഠിക്കേണ്ടി വരും, അതെല്ലാം പഠിക്കുക. കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടി വരും, അതെല്ലാം ചെയ്യുക. അപ്ഡേറ്റഡ് ആവുക, എല്ലാം ചെയ്യുക. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? നമ്മൾ സ്വയം മാർക്കറ്റ് ചെയ്യുക, നമ്മൾ നന്നായിട്ട് സംസാരിക്കുക, നമ്മൾ നന്നായിട്ട് പ്രസന്റ് ചെയ്യുക, റൈറ്റ്? സോ പ്രാക്ടീസ് മേക്സ് പെർഫെക്റ്റ്. നല്ല ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ നിങ്ങൾ ചെയ്യണമെങ്കിൽ യു ഹാവ് ടു ലുക്ക് ഇൻ ടു യുവർ സെൽഫ്, യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ഹൂ യു ആർ. നമ്മുടെ പേരും നമ്മുടെ വീട്ടിലുള്ള ആൾക്കാരുടെ എണ്ണവും അല്ലെങ്കിൽ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് കാര്യമില്ല. പകരം ഞാനെന്ന വ്യക്തി എന്താണ് എന്നുള്ളത് ആ ഒരു ഇന്റർവ്യൂ പാനലിന്റെ ഫ്രണ്ടിൽ വളരെ ഇംപ്രസീവായിട്ട് പ്രസന്റ് ചെയ്യാൻ പറ്റണം, അല്ലെ? അതാണ് ഏറ്റവും നല്ല സെൽഫ് ഇൻട്രൊഡക്ഷൻ. അത് നിങ്ങൾക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം നിങ്ങൾ ആരാണെന്ന് എനിക്കറിയില്ല, നിങ്ങൾക്ക് മാത്രമേ അറിയാവുള്ളൂ. സോ പ്രാക്ടീസ് ഇറ്റ് മെനി ടൈംസ്. നിങ്ങളൊരു ഫോർമാറ്റ് ഉണ്ടാക്കുക സെൽഫ് ഇൻട്രൊഡക്ഷന്റെ. Okay, anybody can contact me anytime in WhatsApp. I'm ready to help you in doing your self-introduction or your resume building or LinkedIn profile building, anything. I can always help you. I always love interacting with students, okay? No restrictions. Anytime you can contact me in WhatsApp, I'm ready to help you. അപ്പം ഇങ്ങനെ സെൽഫ് ഇൻട്രൊഡക്ഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ യു കൻ ഓൾവേസ് ആസ്ക് മീ. ഐ വിൽ ഡെഫിനറ്റ്ലി റിപ്ലൈ ടു ദാറ്റ്. അപ്പൊ ഇത് പലതവണ പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ചെയ്തിട്ട് വേണം നിങ്ങൾ ഇന്റർവ്യൂവിന് പോയിട്ട് പ്രസന്റ് ചെയ്യാനായിട്ട്, റൈറ്റ്? ആ ഒരു സെന്റൻസ് ഫോർമേഷനും എന്തൊക്കെയാണ് നിങ്ങൾ പറയേണ്ടത്, നിങ്ങളുടെ സ്ട്രെങ്ത് എന്തൊക്കെയാണ്, നിങ്ങളുടെ കരിയർ ഒബ്ജക്റ്റീവ് എന്താണ്, നിങ്ങൾ എന്താണ് ആവാൻ ആഗ്രഹിക്കുന്നത്, ഇതെല്ലാം നിങ്ങളുടെ ആ ഒരു ഇൻട്രൊഡക്ഷനകത്ത് വരണം. ഇറ്റ് ഷുഡ് ബി റിയലി വെൽ പ്രിപ്പയർഡ് ആൻഡ് മെനി ടൈംസ് യു ഹാവ് ടു പ്രാക്ടീസ് ഇറ്റ്. ദെൻ ഓൺലി യു ഹാവ് ടു ഗോ ഫോർ ദ ഇന്റർവ്യൂ. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു ഗോൾ ക്രിയേറ്റ് ചെയ്യുക. ഒരു ലോങ് ടേം ഗോൾ ഉണ്ടാക്കുക. എന്താണ് ഞാൻ ജീവിതത്തിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, അതിന് എന്ത് പ്ലാനാണ് ഞാൻ ക്രിയേറ്റ് ചെയ്യേണ്ടത്? ഓക്കെ, ഞാൻ വീക്ക്ലി ഇത്ര കാര്യങ്ങൾ ചെയ്യണം, മന്ത്ലി ഈ ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്യണം, അല്ലേ? അപ്പൊ അങ്ങനെ ഷോർട്ട് ടേം ഗോൾസ് ഫിക്സ് ചെയ്യാം. ഇപ്പം എനിക്ക് S8, ഞാനിപ്പോൾ S6 ആയിരിക്കും മേ ബി. അപ്പൊ S8 ആകുമ്പോഴത്തേക്ക് എനിക്ക് ഇന്ന കമ്പനിയിൽ ഇന്ന ജോലി വേണം. അപ്പൊ എനിക്കറിയാം ആ കമ്പനിയുടെ ഡൊമൈൻ എന്താണ്, ആ കമ്പനിയിൽ വരുന്ന വേക്കൻസി എന്തൊക്കെയാണ്, അതൊരു ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ ആണോ അല്ലെങ്കിൽ UX ആണോ, അപ്പൊ അതിൽ എനിക്ക് താല്പര്യമുള്ള ഏതാണ്, എനിക്കെല്ലാം അറിയാം. അപ്പൊ എന്റെ ഗോൾ വ്യക്തമാണ്, ഇതാണ് എനിക്ക് നേടേണ്ട ജോലി.
അതിന് ഇനി എന്തൊക്കെയാ ചെയ്യേണ്ടത്? ഓക്കെ, ഞാൻ ഇന്ന സമയത്തുള്ള ഇന്ന കോഴ്സ് പഠിക്കണം, ജാവ പഠിക്കണം, അല്ലെങ്കിൽ പൈത്തൺ പഠിക്കണം, അല്ലെങ്കിൽ സൈബർ സെക്യൂരിറ്റി പഠിക്കണം. അപ്പൊ എനിക്കറിയാം എന്തൊക്കെയാണ് ചെയ്യേണ്ടത്. എന്റെ ഗോൾ ഞാൻ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. അതിന് ഞാൻ വീക്ക്ലി എന്ത് ചെയ്യണം, അല്ലെങ്കിൽ മന്ത്ലി എന്ത് ചെയ്യണം, ഡെയിലി എന്തൊക്കെ ചെയ്യണം, ഒരു ടൈം ടേബിൾ ഉണ്ടാക്കുക. റൈറ്റ്? ഇതൊക്കെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പ്രൊക്രാസ്റ്റിനേഷൻ അവിടെയും വരും. പക്ഷെ എന്നാലും മാറ്റം ഉണ്ടായേ പറ്റുള്ളൂ. മാറിയില്ലെങ്കിൽ നമ്മൾ ബുദ്ധിമുട്ടും, എസ്പെഷ്യലി ഇനി അങ്ങോട്ടുള്ള കാലത്ത്. കാരണം ഇപ്പൊ ഒരു വലിയൊരു ഗ്ലോബൽ റിസഷൻ ഉണ്ട്. ഐ ഹോപ്പ് യു നോ അബൌട്ട് ദി റിസഷൻ, റൈറ്റ്? ഒരു സാമ്പത്തിക മാന്ദ്യമുണ്ട് ഗ്ലോബലി. അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, AI ഒരുപാട് ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. പല കമ്പനീസും ഒരു അൺസർട്ടനിറ്റി ഉണ്ട്. ഇനി എന്താ ചെയ്യേണ്ടത്? നമ്മളിപ്പോ ഉള്ള റിസോഴ്സസ് വെച്ച് മാനേജ് ചെയ്ത് പോയാൽ മതിയോ? ഇനി നമ്മൾ ഫ്രഷേഴ്സിന് ഹയർ ചെയ്യണോ വേണ്ടയോ? അത് ഫ്രീസ് ചെയ്യണോ? ഒരുപാട് കമ്പനീസ് വേൾഡ് വൈഡ് ഫ്രഷേഴ്സിന് ഹയർ ചെയ്യുന്നത് ഫ്രീസ് ചെയ്തിട്ടുണ്ട്. പല കമ്പനീസ് ഇപ്പോൾ എടുക്കുന്നില്ല. നിങ്ങൾ ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവും. കഴിഞ്ഞ തവണ നിങ്ങളുടെ ക്യാമ്പസ് പ്ലേസ്മെന്റ് വന്ന കമ്പനീസും ഇത്തവണ വരാൻ പോകുന്ന കമ്പനീസും നമ്മൾ ഒരുപാട് വ്യത്യാസം ഉണ്ടാവും. നമ്പേഴ്സ് വളരെ കുറവാണ് ഇത്തവണ. ഇനി അങ്ങോട്ട് അതുപോലെ തന്നെ ആയിരിക്കും, റൈറ്റ്? ബിക്കോസ് കമ്പനീസ് ഓൺലി വാണ്ട് സ്കിൽഡ് പീപ്പിൾ. ഫ്രഷേഴ്സിന് അവർക്ക് വേണ്ട. അതൊരു സത്യമാണ്. അപ്പൊ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പുതുതായിട്ട് പഠിക്കേണ്ടി വരും. ആ ഗോൾ ഫിക്സ് ചെയ്യുക. അത് മന്ത്ലി, വീക്ക്ലി, ഡെയിലി ടാർഗറ്റ് നിങ്ങൾ കൺവേർട്ട് ചെയ്ത് അച്ചീവ് ചെയ്തുകൊണ്ടിരിക്കുക. ഒരിക്കൽ നിങ്ങൾ നിങ്ങളുടെ ഡെയിലി ടാർഗറ്റ് അച്ചീവ് ചെയ്യുമ്പോൾ നിങ്ങൾ കുറച്ച് കോൺഫിഡന്റ് ആവും. അത് കഴിഞ്ഞ് നിങ്ങൾ വീക്ക്ലി ടാർഗറ്റ് അച്ചീവ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ കോൺഫിഡന്റ് ആവും. മന്ത്ലി ടാർഗറ്റ് അച്ചീവ് ചെയ്യുമ്പോഴത്തേക്ക് യു ബിക്കം എക്സ്ട്രീംലി കോൺഫിഡന്റ്. ആൻഡ് ദെൻ ഫ്രം there onwards യു വിൽ ബി എ ഡിഫറെന്റ് പേഴ്സൺ. കാരണം അവിടെയാണ് ഒരു സ്റ്റുഡന്റിൽ നിന്ന് ഒരു പ്രൊഫഷണലിലേക്കുള്ള ഒരു ട്രാൻസിഷൻ ഉണ്ടാവുന്നത്, ഒരു പരിവർത്തനം ഉണ്ടാവുന്നത്. നിങ്ങൾ അവിടെ വെച്ച് ഒരു ലീഡറായിട്ട് മാറും, റൈറ്റ്? കാരണം നിങ്ങൾ ഒരു പ്രോസസ് ഓറിയന്റഡ് ആയിട്ട് നിങ്ങൾ കാര്യങ്ങൾ ചെയ്തു തുടങ്ങിയിരിക്കുന്നു. നിങ്ങൾ ഇനി മുതൽ ഒരു സാധാരണ സ്റ്റുഡന്റ് അല്ല, പകരം നിങ്ങളൊരു പ്രൊഫഷണൽ ആയി മാറിയിരിക്കുന്നു. ക്ലിയർ? ദാറ്റ് ഈസ് വാട്ട് യു നീഡ് ടു ഡു. ഐ ആം വെരി ഷുവർ ദിസ് ഇസ് നോട്ട് ദാറ്റ് ഈസി. കാരണം നമ്മളിപ്പോൾ ഫോളോ ചെയ്യുന്ന ഒരു കംഫർട്ട് സോൺ ഉണ്ട്, അല്ലെ? ഒരു പാറ്റേൺ ഉണ്ട്. അത് മാറ്റി വെച്ചിട്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് മടിയായിരിക്കും. പക്ഷെ തൽക്കാലം ഈ മടിയൊന്ന് മാറ്റി വെച്ച് ഇതെല്ലാം ചെയ്യാവുന്നുണ്ടെങ്കിൽ ഐ എം ഷുവർ ഐ ക്യാൻ ഹയർ യു ഇൻ മൈ കമ്പനി ഇഫ് യു ആർ ലുക്കിംഗ് ഫോർ an IT job. Or I can recommend you in some civil companies, or some electronics companies, or some mechanical companies, or any branch. Or if you're doing some other course, I can recommend you in that particular related job. അത് ഞാൻ ഉറപ്പ് തരാം. കാരണം 24 years I have experience in different industries and have lot of connections in different industries. നിങ്ങൾ സ്വയം പ്രൂവ് ചെയ്യുകയാണെങ്കിൽ definitely I can help you, place you in any company. I can definitely connect with you. You can definitely connect with me. And if you have any questions, you can always ask me. I'll be ready to reply to you. Okay. I think I have made it very simple and very clear in this very short presentation. പക്ഷേ ഈ പറഞ്ഞ പോലെ ഇന്റർവ്യൂ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് ഒരൊറ്റ സെഷൻ കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. ഐ നോ ദാറ്റ്. അതുകൊണ്ട് തന്നെ ഞാൻ ലിമിറ്റ് ചെയ്തത്. പക്ഷേ in the next session, this will be happening in maybe 2 weeks later. I will definitely get deep into it, and I make sure that all of you really get the chance to see a demo, a mock interview session, and with the help of that, you will be able to prepare more effectively and present yourselves much more well in interviews, present really well. And പിന്നെ ഒരുപാട് കാര്യമുണ്ട്. ഈ ബോഡി ലാംഗ്വേജിന്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, അല്ലെ? നമ്മള് എപ്പോഴാണ് കൂടുതൽ ടെൻസ്ഡ് ആവുന്നത്? ടെൻഷൻ ഒരു നാച്ചുറൽ പ്രോസസ്സാണ്. ആദ്യമായിട്ടൊരു കാര്യം ചെയ്യുമ്പോഴത്തേക്ക് നാച്ചുറലി ടെൻഷൻ വരും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യമായിട്ട് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോഴത്തേക്ക് ടെൻഷൻ വരും. പക്ഷേ ടെൻഷൻ എങ്ങനെ റെഡ്യൂസ് ചെയ്യാൻ പറ്റും? നമുക്ക് സ്വയം അത് മോക്ക് ആയിട്ട് ചെയ്തു നോക്കാം. അങ്ങനെയാണെങ്കിൽ ഒരുപാട് ഓവർകം ചെയ്യാൻ പറ്റും. റൈറ്റ്. ഒരു സിനാരിയോ ഉണ്ട്. ഒരാള് ഒട്ടും പ്രിപ്പയർഡ് അല്ല, വേറൊരാള് ഒരു 4-5 മോക്ക് ഇന്റർവ്യൂ കഴിഞ്ഞ് വന്നിരിക്കുന്ന ആളാണ്. ആർക്കാണ് ടെൻഷൻ കൂടുതൽ, ആർക്കാണ് ടെൻഷൻ കുറവ്? ഒട്ടും പ്രിപ്പയർഡ് അല്ലാത്ത ആൾക്ക്. അതെ. അപ്പൊ ദാറ്റ് ഓൾസോ ഡിപ്പെൻഡ്സ് ഓൺ ദർ ആറ്റിറ്റ്യൂഡ്. ജോലി കിട്ടട്ടെ എന്ന് വിചാരിച്ചു വന്ന ആളാണെങ്കിൽ ടെൻഷൻ ഒന്നും കാണൂല. പക്ഷേ ശരിക്കും ജോലി വേണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ പ്രിപ്പയർഡ് അല്ലെങ്കിൽ തീർച്ചയായിട്ടും ടെൻഷൻ കാണും. കാരണം he or she doesn't have the confidence, right? But at the same time, a person who has done so many mock interviews, he knows what is an interview. He knows what will be the questions that will be asked. He knows the answers that is to be given to each of these questions. He or she knows എന്താണ്, എങ്ങനെയാണ് ഒരു പാനലിനെ ഇംപ്രസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അവിടെ പോയി ഇരിക്കേണ്ടത്, എങ്ങനെയാണ് അവിടെ പോയി പ്രോപ്പർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്. ഈച്ച് ആൻഡ് എവറി ആസ്പെക്ട് ഓഫ് ദ ഇന്റർവ്യൂ he or she will be aware of that because they are really prepared, right?
Right. So I think my throat is also getting dry. So I've been speaking for almost 1.5 hours. Any questions that you want to ask me regarding your career, regarding interviews, any help that I can do to you? Anybody? Because after this we'll be winding up. So ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം. ബിഫോർ ദാറ്റ് ഒരു കാര്യം ചോദിക്കാൻ മറന്നുപോയി. ഈ ഒരു സെഷനകത്ത് ബിടെക് കഴിഞ്ഞ കുട്ടികളുണ്ടെങ്കിൽ, ഓക്കെ, ബിടെക് കഴിഞ്ഞ് ഏത് ബ്രാഞ്ചും ആയിക്കോട്ടെ, ബിടെക് കഴിഞ്ഞ് ജോലി കിട്ടാതെ നിൽക്കുന്ന, ജോലി നോക്കുന്ന ആരെങ്കിലും ഉണ്ട്, അത്യാവശ്യം ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട്, പക്ഷെ വേറെ എക്സ്ട്രാ സ്കിൽസ് ഒന്നും ഇല്ല, പക്ഷെ ഇംഗ്ലീഷ് വളരെ മോശമാണ്, കമ്മ്യൂണിക്കേഷൻ വളരെ മോശമാണ്, ആ കാരണം കൊണ്ട് ജോലി കിട്ടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് പ്ലീസ് ഡു കണക്ട് വിത്ത് മീ. ബിക്കോസ് നമ്മൾ കുറച്ച് ആൾക്കാർ അങ്ങനെ നോക്കുന്നുണ്ട്, അവരെ ഹെൽപ്പ് ചെയ്ത് പ്ലേസ് ചെയ്യാൻ നോക്കുന്നുണ്ട്. ഓക്കെ, ബിക്കോസ് വി ഹാവ് ടൈഡ് അപ്പ് വിത്ത് സം കമ്പനീസ് ആൻഡ് വി ആർ ട്രൈങ് ടു പ്ലേസ് സച്ച് സ്റ്റുഡൻസ്, ഹെൽപ്പ് ദം. ആൻഡ് അതുപോലെ കുറച്ച് പുവർ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ ഒരു പ്ലാൻ ഉണ്ട്. സോ ആരെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ ദയവ് തന്നെ അറിയിക്കുക. ഓക്കെ, that I forgot to tell you. So Amit, any more questions do we have? ആർക്കെങ്കിലും ചാറ്റ് ബോക്സിൽ ചോദിക്കണമെങ്കിൽ ചോദിക്കാം. Nothing. Okay, so so I have stopped presenting. I hope it was useful for you. എന്തെങ്കിലും നിങ്ങൾക്ക് ഇതിനകത്ത് കുറച്ച് ഗുണമുള്ള കാര്യങ്ങൾ കിട്ടിയെന്ന് തോന്നുന്നുണ്ടോ? Yes, sir. Kavya Sanal, okay. Fine. ഈ ഒരു വെബിനാർ കമ്മ്യൂണിറ്റിയിൽ എനിക്ക് തോന്നുന്ന ഒരു 500 പിള്ളേരെ കാണുന്നുണ്ട്, പക്ഷേ നോട്ട് എവറിബഡി ഈസ് പാർട്ടിസിപ്പേറ്റിംഗ്. സോ നിങ്ങളുടെ ഫ്രണ്ട്സ് ഇതുപോലെ ഗ്രൂപ്പിൽ വെബിനാർസ് പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ അവരോട് പറയുക, ഐ കൻ റിയലി ഹെൽപ്പ് യു, റൈറ്റ്? കാരണം ഈ പറഞ്ഞ പോലെ 24 years I have been, all these years I have been interacting with students and I have been trying to enhance their skills, അത് ടെക്നിക്കൽ സ്കിൽസ് ആയാലും സോഫ്റ്റ് സ്കിൽസ് ആയാലും, ആൻഡ് ട്രൈങ് ടു പ്ലേസ് ദം. അപ്പൊ ഇവിടെ തന്നെ ഇന്റേൺഷിപ്പ് ചെയ്യുന്ന ഒരുപാട് കുട്ടികളുണ്ട്, അവരെ നമ്മൾ തന്നെ ഹയർ ചെയ്യുന്നുണ്ട്. അതുപോലെ മറ്റ് ഡിപ്പാർട്ട്മെന്റ്സ്, സിവിലും മെക്കാനിക്കൽ ഇലക്ട്രോണിക്സും എല്ലാം എനിക്കറിയാം കേരളത്തിൽ ഓപ്പർച്യൂണിറ്റി കുറവാണ്. അപ്പൊ അവർക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട്. വി ആർ ടൈയിങ് അപ്പ് വിത്ത് സോ മെനി കമ്പനീസ് ഔട്ട്സൈഡ് കേരള. സോ ഓൺലി ഇഫ് യു കമ്മ്യൂണിക്കേറ്റ് ഐ ക്യാൻ ഹെൽപ്പ് യു, റൈറ്റ്? ഗ്രൂപ്പിലുണ്ട്, പക്ഷേ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല. അപ്പം ഐ ഡോണ്ട് നോ ആർക്കൊക്കെയാണ് ആവശ്യം എന്ന് അറിയുന്നില്ല. അപ്പം നിങ്ങളുടെ ഫ്രണ്ട്സ് അങ്ങനെയുള്ള കുട്ടികൾ ഉണ്ടെങ്കിൽ അവരോട് പറയുക ദാറ്റ് ഡെഫിനറ്റ്ലി ഐ ക്യാൻ ഹെൽപ്പ് ദം, ബട്ട് ദേ നീഡ് ടു കമ്മ്യൂണിക്കേറ്റ്. ദേ ക്യാൻ connect with me in WhatsApp, or they can email to me. They can send their resumes, and I'll be very happy to help them. Okay, so we will meet once again in the second part of this session. We will go deep into the interview preparation things, maybe 2 weeks from now. So wishing you a very happy Christmas and a very happy New Year. Enjoy, learn really well. God bless you. May you get placements in very good companies and live a wonderful life. Thank you, sir. Thank you, sir. Merry Christmas. Thank you, sir. Merry Thank you. Christmas. Thank you. So we'll wind up. Thank you. Thank you, sir.